അല്ലല്ലേ. തുടങ്ങാം. ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അതിനായ എബി എബ്രഹാം അച്ഛൻ, ഷിനി കുര്യൻ, ഷീന പുന്നൂസ് തുടങ്ങുന്ന മർത്തമറി സമാജത്തിന്റെ സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയസിന്റെ ചുമതലപ്പെട്ട എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി അറിയിക്കുന്നതിനോടൊപ്പം എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷവും അറിയിക്കട്ടെ. എനിക്ക് തോന്നുന്നു എന്റെ ശബ്ദം കേൾക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ. ദൈവത്തിന്റെ കരുണ കൊണ്ട് അച്ഛൻ ഒരു കാര്യം ചോദിച്ചു നിർത്തിയോണ്ട് അതിൽ തുടങ്ങാം. 114 വീടുകൾ കഴിഞ്ഞു. ദൈവം അനുഗ്രഹിച്ചാൽ ഈ അടുത്ത ആഴ്ചയിൽ എന്റെ ഈ വീടിന് കുറ്റി അടിക്കാത്തത് അല്ലെങ്കിൽ വീടിന്റെ പണി തുടങ്ങാത്തതിന് ഒരു കാരണമേ ഉള്ളൂ. സ്കൂളിലെ തിരക്കും വ്യക്തിഗതമായ ചില തിരക്കുകളും ഒക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല. ഒരു 3-4 വീടോടെ ഇപ്പൊ അടുപ്പിച്ച് തന്നെ 4 വീട് കാഞ്ഞിരപ്പള്ളി മുതൽ ഇങ്ങോട്ടൊരു 4 വീടോടെ തന്നെ ആരംഭിക്കാനായിട്ട് ഇരിക്കുന്നു. ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇതിനകത്തെല്ലാം, ആർക്കൊക്കെയോ പണിത് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് 2 ജോലി മാത്രമേ ഉള്ളൂ. 1, അർഹരായവരെ കണ്ടുപിടിക്കുക. 2, ആരാണോ സ്പോൺസർ ചെയ്തത് അവരെയും കോൺട്രാക്ടറെയും തമ്മിൽ ബന്ധിപ്പിക്കുക, ഇവർക്ക് വീട് പണിത് കൊടുക്കുക. എൻ്റെ അക്കൗണ്ട് വളരെ ശാന്തമായി എൻ്റെ സാലറി അക്കൗണ്ടായി എല്ലാ കാലവും തുടരുകയും അതിനകത്ത് വരുന്ന 1 രൂപ ബാലൻസ് പോലും ഓഡിറ്റ് ചെയ്യുകയും ചെയ്യപ്പെടുന്ന രീതിയിൽ ഒരു പ്രവർത്തനം നടത്തുവാനാണ് ഇതുവരെ ശ്രമിച്ചത്, ഇതുവരെ നടന്നത്, ഇതുവരെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ അളവറ്റ കരുണയാൽ അത് തുടരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്നലെ ചിഞ്ചുറാണി മിനിസ്റ്ററൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു വീടിന്റെ താക്കോൽ കൊടുക്കാൻ വേണ്ടി. അതൊക്കെ ഭയങ്കര സന്തോഷം നൽകുന്നതായിരുന്നു. നമ്മൾ പ്രതീക്ഷയെക്കാളും വലിയ അംഗീകാരം നമുക്ക് ലഭിക്കുന്ന പോലെയാണ്. പോകട്ടെ. എനിക്കിപ്പോഴ രസകരമായ ഒരു കാര്യം ആദ്യം പറയാനുള്ളത്, എന്നെ ക്ലാസ് എടുക്കാൻ വിളിച്ചപ്പം അത്യാവശ്യം എനിക്ക് വിവരമുണ്ട് എന്നുള്ള വിചാരത്തിലാണ് എന്നെ ക്ഷണിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എൻ്റെ വിവരത്തിന്റെ കൂടുതൽ അറിയാവുന്നതുകൊണ്ടാണ് ചേച്ചി ചോദിച്ചത് ഞാൻ ഉറങ്ങിയോ എന്ന് ചോദിച്ചത്. അതിന് കാരണം ചേച്ചിക്ക് അറിയാം. അതിന് കാരണം വേറൊന്നുമല്ല, ഇന്നലെ വൈകുന്നേരം 7:30 ആയപ്പോൾ ഞാൻ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് ലൈറ്റും ഒക്കെ ഓൺ ചെയ്ത് റെഡി ആയിട്ടിരിക്കുക ക്ലാസ് എടുക്കാൻ. അതായത് ഞാൻ ആ ഷീറ്റ് വായിച്ചു നോക്കില്ല. ഷീന ചേച്ചി എന്നോട് പറഞ്ഞു ഇത്രേ ഉള്ളൂ വ്യാഴാഴ്ച എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തുവാ, എന്റെ വ്യാഴാഴ്ച എന്ന് ചോദിച്ചിട്ട് ഞാൻ വ്യാഴാഴ്ച 8 മണിയായപ്പോ ക്യാമറ ഓൺ ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുക. അത്രമാത്രം വിവരമുള്ള ഒരാളിനെയാണ് നിങ്ങൾ ക്ലാസ് എടുക്കാനായി ക്ഷണിച്ചത് എന്നുള്ളത് ആദ്യമേ രസകരമായിട്ട് ഓർപ്പിക്കട്ടെ. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതൊരു പരീക്ഷയാണ്, അല്ലെങ്കിൽ ഒരു എസ്സേ കോമ്പറ്റീഷനാണ്. ആ എസ്സേ കോമ്പറ്റീഷന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് എൻ്റെ മുമ്പിലുള്ള ബഹുഭൂരിപക്ഷം പേരും. അതിൽ ഇപ്പോൾ 68 പേരുണ്ടെങ്കിൽ ഒരു 3-4 പേരെങ്കിലും ഒരുപക്ഷെ രഞ്ജു പി ഘോഷച്ചനാണോ എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ പ്രസംഗം കേട്ടിട്ടുള്ളതും ഒക്കെ ആയതിന്റെ പേരിൽ അങ്ങനെ വല്ലതും കയറിയിട്ടുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം പേര് ഞാൻ വിചാരിക്കുന്നു എസ് എ കോമ്പറ്റീഷനായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ആദ്യമേ എന്നോട് ഒരു സ്ക്രിപ്റ്റ് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്തിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അത് തൽക്കാലം സാധ്യമാവുന്നില്ല. പക്ഷെ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് എത്തിക്കുന്നതായിരിക്കും ഏപ്രിൽ മാസത്തിന്. അത്രയും നിങ്ങളുടെ എസ് ഐ കോമ്പറ്റീഷന് വേണ്ടി ബേസിക് ആയിട്ട് 1-2 പുസ്തകങ്ങളെ ആദ്യമേ പരിചയപ്പെടുത്താം. ഇതിന്റെ ലേറ്റസ്റ്റ് വേർഷൻ എൻ്റെ ഉണ്ട്, പക്ഷെ അത് ഞാൻ സ്കൂളിൽ വെച്ചേക്കാണ്. ഇതിന്റെ പേര് ഓർത്തഡോക്സ് സഭാവിജ്ഞാനകോശം എന്നാണ്. സഭാവിജ്ഞാനകോശം എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് വായിക്കണം. ഏറ്റവും ബേസിക് ആയി ഏറ്റവും കുറഞ്ഞത് വായിക്കണം. അതിനകത്ത് ദിവന്യാസ്യോസ് വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ എന്ന് പറയുന്ന ആ ഒരു പേജ് ഒരു പക്ഷെ എബിഎച്ചിന്റെ കയ്യിൽ കാണും. ഇല്ലെങ്കിൽ ഞാൻ ഇതിന്റെ PDF നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും. സ്വാഭാവികമായി ഞാൻ 2-3 സാധനങ്ങൾ നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും. അതിലൊന്നാണ് ഈ സാധനം. രണ്ടാമതായിട്ട് നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ്, നമ്മുടെ നാട്ടിലെയാണ്, ഓർത്തഡോക്സ് സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷന്റെ 10ാം ക്ലാസ്സിന്റെ ഒരു പുസ്തകത്തിനകത്ത് അതിന്റെ ഒരു ഉപപാഠഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി ഒരു പഠനം അഭിവന്ദ്യനായ അല്ലെങ്കിൽ പരിശുദ്ധ ദിവന്യാസ്യോസ് പിതാവിനെ കുറിച്ച് നടത്തിയിട്ടുണ്ട്. അത് വളരെ കൃത്യമായി രണ്ടാമത്തേതാണ്. ഒന്നാമത് ഞാൻ പറഞ്ഞു, ഇത് രണ്ടും ഞാൻ അയച്ചു തരുന്നതായിരിക്കും. സൺഡേസ് സഭാ വിജ്ഞാനകോശത്തിൽ പറയുന്ന ഒന്നാമത്തെ ഒരു അടിസ്ഥാന ടെക്സ്റ്റ്, അതായത് വളരെ കോറായിട്ടുള്ള കാര്യങ്ങൾ.
സെക്കൻഡറി നമ്മൾ ഈ പറഞ്ഞ പോലെ സൺഡേ സ്കൂൾ പുസ്തകത്തിനകത്ത് ഏകദേശം ഒരു 22 പേജുള്ള ഒരു ടെക്സ്റ്റാണ് ഈ സൺഡേ സ്കൂൾ പുസ്തകത്തിനകത്തുള്ളത്. അതും നിങ്ങൾക്ക് സെക്കൻഡറി ആയിട്ട് ഇപ്പൊ നമ്മൾ എന്താണോ പഠിച്ചത് ആ പഠിച്ചതിന്റെ ഒരു എക്സ്പാൻഷൻ. പക്ഷെ അതേ സമയത്ത് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന പ്രശ്നം ഉണ്ട്. അത് വേറൊന്നുമല്ല, ചിലതിനകത്തൊക്കെ ഈ ഡേറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയെന്നൊക്കെ വരും. അത് നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുക. ഡേറ്റുകളുടെ ചില മാറ്റങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവും. അത് ഏതാണ് ഉചിതമെന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അതിന് നിങ്ങളെ സഹായിക്കുന്നതാണ് എനിക്ക് മൂന്നാമത് പറയാനുള്ളത്. അത് പരിശുദ്ധനായ ദിയോനാസ്യോസ് പിതാവിന്റെ കബറിടത്തിന്റെ മുകളിൽ വെച്ചേക്കുന്ന ഫലകത്തിനകത്ത് ഡേറ്റുകളുണ്ട്. അത് മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ കഴിയുള്ളൂ. കാരണം ഞാൻ ഈ പറഞ്ഞ ചുമ്മാ പറഞ്ഞല്ല കേട്ടോ. സഭാവിജ്ഞാന കോശവും സൺഡേ സ്കൂളിന്റെ പുസ്തകവും തമ്മിൽ പോലും ഡേറ്റ് വ്യത്യാസമുണ്ട്. സോ നമുക്കത് ഏതാ ഡേറ്റ് നമ്മളിപ്പം എടുക്കാൻ ശ്രമിച്ചാൽ നമുക്കറിയില്ല കൃത്യമായി. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സഭ അംഗീകരിച്ച അദ്ദേഹത്തിന്റെ കബറിടത്തിന്റെ മുകളിൽ വെച്ചേക്കുന്ന ഡേറ്റ് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. മൂന്നാമതായിട്ട് അദ്ദേഹത്തെ കുറിച്ച് വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് സാമുവൽ ചന്ദനപ്പള്ളി സാർ, ഡോക്ടർ സാമുവൽ ചന്ദനപ്പള്ളി സാറിന്റെ മലങ്കര സഭാ പിതാക്കന്മാർ. അത് പേജ് 268 ഒക്കെ വരുമ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള ചരിത്രമാണ് വളരെ കുറച്ചുകൂടെ എക്സ്പാൻഡഡ് ആണ്. കുറച്ചുകൂടെ നമുക്കത് വായിച്ചാൽ മനസ്സിലാകത്തക്ക രീതിയിൽ ഇച്ചിരി എക്സ്പാൻഡഡ് ആയിട്ടുള്ള ചരിത്രമാണ്. നാലാമതായും അവസാനമായും എനിക്ക് പറയാനുള്ളത് ദ ഫൈനൽ ടെക്സ്റ്റ് നിങ്ങൾക്ക് നോട്ട് ഫോർ essay competition but for your study about നമ്മുടെ ദിവ്യനാസ്യോസ് പിതാവിനെ കുറിച്ചുള്ള പഠനം നിങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പുസ്തകം എവിടുന്നെങ്കിലും ഇത് സംഘടിപ്പിക്കണം. ഇത് ഇത്തിരി പഴയതാണ്. ഞാൻ സെമിനാരി പഠിച്ചിരുന്ന സമയത്ത് വാങ്ങിച്ച പുസ്തകമാണ്. ധീരോദാത്ത വിശുദ്ധൻ എന്ന പേരില്. ഇത് ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ രചനകൾ വന്നിരിക്കുന്നത്. തന്നെയല്ല, എം ഇബ്രാഹിം അച്ഛനെ പോലെയുള്ള വളരെ കൃത്യമായ ബോധ്യത്തോടുകൂടി കാലങ്ങൾ ചെലവഴിച്ച് പഠനം നടത്തിക്കൊണ്ടിരുന്ന അച്ഛന്റെ ഒക്കെ റൈറ്റിങ്സ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഈ പുസ്തകവും ഞാൻ ആദ്യം പറഞ്ഞ മലങ്കര സഭാ പിതാക്കന്മാരെന്ന് പറയുന്ന ചന്ദനപ്പള്ളി സാറിന്റെ പുസ്തകവും എനിക്ക് അയച്ചു തരാനായിട്ട് സാധ്യമാകില്ല. ചന്ദനപ്പള്ളി സാറിന്റെ പുസ്തകം നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതും എനിക്ക് തോന്നുന്നു അവൈലബിൾ ആണെന്ന് തോന്നുന്നു. സാധാരണ അച്ഛന്മാരുടെ കയ്യിൽ, സെമിനാരിയിൽ പഠിച്ച എല്ലാ അച്ഛന്മാരുടെ കയ്യിലും അത് ലഭ്യമാണെന്നാണ് എൻ്റെ ഒരു വിചാരം. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ എന്തായാലും അത് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പരിശുദ്ധ പ്രഖ്യാപനം നടന്നതിന് ശേഷമുള്ള ഒരു കാലഘട്ടമായതുകൊണ്ട് ഞാൻ അതിന്റെ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ അടുത്ത് പറഞ്ഞു എന്നുള്ളൂ. ഇനി നമുക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് നമുക്ക് 1 മണിക്കൂർ സമയമാണ് essay കോമ്പറ്റീഷന് ഉള്ളത്. ഈ 1 മണിക്കൂർ സമയം കൊണ്ട് പരമാവധി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് ഒരു 15 പേജൊക്കെ ആയിരിക്കാം. പരമാവധി ഒരു എഴുതുന്ന ഒരാൾക്ക് ഒരു പേജ് എഴുതാൻ ഏകദേശം ഒരു 3 മിനിറ്റോളം സമയം വരികയാണെങ്കിൽ പോലും ഒരു 15 പേജൊക്കെ മലയാളത്തിൽ നമുക്ക് എഴുതാനായിട്ട് സാധ്യമാവുകയുള്ളൂ. അതിനകത്ത് ചരിത്രം എഴുതി വെക്കുന്നതിനോട് എത്രമാത്രം ശരിയാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. കാരണം പരീക്ഷ പേപ്പർ നോക്കുന്ന വ്യക്തിയെ ആശ്രയിച്ചിരിക്കും ചരിത്രം എഴുതി വെക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വിടുന്നു. എന്നാലും ചരിത്രം നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ അറിവിലേക്ക് 1858 ഒക്ടോബർ മാസം 31-ാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത് മല്ലപ്പള്ളിയിൽ വട്ടശ്ശേരി കുടുംബത്തിലാണ്. ജോസഫിന്റെയും ഏലിയാമ്മയുടെയും 5ാമത്തെ മകനായി ഗീവർഗീസ് ജനിച്ചു. അദ്ദേഹത്തിന്റെ ഒരു സഹോദരനും വൈദികനായിരുന്നു. മല്ലപ്പള്ളി CMS സ്കൂളിൽ പ്രാഥമിക പഠനം പൂർത്തിയാക്കി. ഹൈസ്കൂൾ വിദ്യാഭ്യാസം കോട്ടയം CMS ഹൈസ്കൂൾ നടത്തി. ഇതിന്റെ ഈ CMS എന്നൊക്കെയുള്ള വാക്ക് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ആ കാലഘട്ടത്തിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. CMS മിഷണറിമാരുടെ ഇൻഫ്ലുവൻസോടുകൂടി പല വിദ്യാഭ്യാസ പ്രവർത്തനം, ഈവൻ പഴയ സെമിനാരി ഉൾപ്പെടെ ഉള്ളത് നടത്തി വരുന്ന ആ ഒരു കാലഘട്ടം. അതുപോലെ തന്നെയാണ് നവീകരണത്തിന്റെ വലിയ ഇമ്പാക്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ജനിക്കുന്നത്. ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഇമ്പാക്ട് ഉണ്ടാക്കിയ സ്ഥലമാണ് മല്ലപ്പള്ളിയുടെ അടുത്തുള്ള കൊഴഞ്ചേരി മാരാവൺ.
പുല്ലാട് ഈ സ്ഥലത്താണ് ഈ മല്ലപ്പള്ളി ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇമ്പാക്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട്. 1876 പുതുപ്പള്ളിയിൽ വെച്ച് പത്രോസുദ്ദീൻ പാത്രികീസിനാല് ഷമ്മാശനായി. അപ്പം ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിത്വമൊക്കെയാ. 18 വയസ്സൊക്കെ, അല്ലെങ്കിൽ 18 വയസ്സേ ഉള്ളൂ അന്ന് ഷമ്മാശനായിട്ട് വരുന്ന സമയത്ത്. പിന്നീട് പഴയ സെമിനാരിയിൽ 4 വർഷം പഠിച്ചു. ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടാകുന്നത്. ആ ടേണിംഗ് പോയിന്റ് വേറൊന്നുമല്ല, ഒന്നാം പരിശുദ്ധനായി പ്രഖ്യാപിച്ച ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, അല്ലെങ്കിൽ നമ്മളൊക്കെ പരിമല തിരുമേനി എന്ന് വിളിക്കുന്ന തിരുമേനിയോടുള്ള അടുപ്പമുണ്ടായി. സുറിയാനി പഠിക്കാൻ ശ്രമിച്ചു, അഗാധ പാണ്ഡിത്യമുണ്ടായി. വെട്ടിക്കൽ ഡേറായിലെ പൗലോസ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ വേദശാസ്ത്രവും സുറിയാനി ഭാഷാ പണ്ഡിതവും നേടി. 1879, അതായത് ഒരു 3 വർഷത്തോടെ കഴിഞ്ഞപ്പോ 76 അദ്ദേഹം ആദ്യത്തെ പട്ടം സ്വീകരിക്കുന്നത്. രണ്ടാമത് പൂർണ്ണ ഷമ്മാശനായത് യോപ്പദീകിന്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന എന്റെ വിചാരം, നമ്മളെല്ലാം വിളിക്കുന്ന ഷമ്മാശനെ വിളിച്ചാലും അത് 5-ാം പട്ടമാണ്. അതിനുശേഷം വരുന്ന 6-ാം പട്ടമാണ് ശംശോനോ അല്ലെങ്കിൽ പൂർണ്ണ ഷമ്മാശൻ. പൂർണ്ണ ഷമ്മാശൻ 1879 ഒക്ടോബർ മാസം 16-ാം തീയതി ആവുന്നുണ്ട്. പിന്നീട് 1880 ജനുവരി മാസം 18-ാം തീയതി അദ്ദേഹം കശീശയായിട്ട് പട്ടം നൽകപ്പെടുന്നു. അദ്ദേഹത്തെ വൈദികനാക്കിയത്, കശീശനാക്കിയത് പരിമല തിരുമേനി തന്നെയാണ്. പിന്നീട് പരിമല സെമിനാരി മാനേജരായിട്ട് നിയമിക്കുന്നു. ദീർഘകാലം അവിടെ മാനേജരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 1895 പരിമല തിരുമേനിയോടൊപ്പം ഊർസ്ലേം യാത്ര നടത്തുന്നുണ്ട്. പിന്നീട് മലങ്കര മൽപ്പാൻ സ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അത് പത്രോസുദ്ദീൻ പാത്രികീസിന്റെ ഒരു ഇടപെടൽ കൊണ്ടൊക്കെ തന്നെയാണ്. കോനാട്ട് മാത്തൻ മൽപ്പാനുമായി ചേർന്നിട്ട് ആരാധനാക്രമത്തിന്റെ ഒരു നവീകരണമൊക്കെ അല്ലെങ്കിൽ ക്രമീകരണമൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. എനിക്കിദ്ദേഹത്തെ വായിച്ചപ്പോഴ് ഏറ്റവും രസകരമായി തോന്നിയൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഭഗവത്ഗീതയിൽ പറയുന്ന 4 മോക്ഷ വഴികളെ, 3 മോക്ഷ വഴികളെ കുറിച്ച് പറയുന്നുണ്ട്. 3 മോക്ഷ വഴികളെ കുറിച്ച് പറയുന്നത്. ആ 3 മോക്ഷ വഴികൾ: 1 ഭക്തിമാർഗം, 2 ജ്ഞാനമാർഗം, 3 കർമ്മമാർഗം. ചിലര് ഭക്തിയിൽ ഉപാസിച്ച് അല്ലെങ്കിൽ ഭക്തനായി ജീവിച്ച് അവരങ്ങനെ അങ്ങ് ഭക്തിയുള്ളവരായ ദൈവത്തിൽ അലിഞ്ഞു ചേരും. രണ്ടാമതൊരു കൂട്ടര് ജ്ഞാനം നേടിയിട്ട് അറിവ് നേടി അറിവിന്റെ പൂർത്തീകരണത്തിൽ ദൈവത്തിൽ അലിഞ്ഞു ചേരും. 3 ചിലര് കർമ്മമാർഗമാണ്. ചിലര് പ്രവൃത്തി ചെയ്ത് എന്താ, വർക്കിംഗ് ഹാൻഡ്സ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ആൻഡ് പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറയുന്ന പോലെ കൂടുതൽ കർമ്മം ചെയ്ത് അവർ അലിഞ്ഞു ചേരും. ദിവനാസിയസ് പിതാവിനെ കുറിച്ച് ഓർക്കുമ്പം ഇത് വളരെ പ്രസക്തമായിട്ട് തോന്നി. ഇതിലൊന്നല്ല, ഇത് 3 ഒരുപോലെ ഒരു വ്യക്തി. ഇത് 3 നമ്മൾ ചിലരെ കുറിച്ചൊക്കെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് പറയാറുണ്ട്, ഇങ്ങനെയൊക്കെ ആണെന്ന് പറയാറുണ്ട്. പക്ഷേ ഈ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എവിഡൻസ്ഡ്, തെളിവുകളോടുകൂടി തന്നെ പറയാൻ കഴിയും. അദ്ദേഹത്തിന് ഭക്തിമാർഗം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ജ്ഞാനമാർഗം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് കർമ്മമാർഗം ഉണ്ടായിരുന്നു. നിങ്ങൾ വിശ്വസിക്കുമോ? 5 ഭാഷകൾ അദ്ദേഹത്തിന് സുവ്യക്തമായിരുന്നു. 5 ഭാഷകൾ. അതുകൊണ്ടാണ് ഈ സുറിയാനി പരിഭാഷ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് വലിയ കാര്യമില്ലാത്ത മലയാളം, സുറിയാനി, ഇംഗ്ലീഷ്, തമിഴ്, സംസ്കൃതം. അദ്ദേഹത്തിന്റെ മലയാളത്തെ കുറിച്ച് പോലും ചർച്ചകൾ ചെയ്ത് എഴുതിയിട്ടുണ്ട് ആളുകൾ. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലും എനിക്ക് വിശ്വാസം ഇല്ല എങ്കിൽ കൂടി ഈ ധീരോദാത്ത വിശുദ്ധൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട് 1030 മലയാള വർഷമാണ് 1033 തുലാം മാസം 15-ാം തീയതി, അതൊരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ച
ഇദ്ദേഹം ജനിക്കുന്നു. അദ്ദേഹം ജനിക്കുമ്പം അതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്, അന്ന് ജനിച്ച ഇദ്ദേഹം യോഗീവര്യനായി തീരുമെന്ന് അന്ന് ഈ നമ്മുടെ ജാതകം നോക്കുന്ന ആളുകളൊക്കെ പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയാ അത് എഴുതിയേക്കുന്നത് കേട്ടോ. കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവർ തന്നിട്ടുള്ള കണക്കനുസരിച്ച് തിരുമേനി ജനിച്ചത് 1858 ഒക്ടോബർ മാസം 34 ഒരു ഞായറാഴ്ചയാണ്. അദ്ദേഹത്തിന്റെ ജന്മനക്ഷത്രം, ഇങ്ങനത്തെ കേട്ടോ രസം, ഇതിങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ എന്ന് പോലും എനിക്കറിയില്ല, എന്നാലും പുസ്തകത്തിൽ എഴുതിയുള്ള ഞാൻ വായിക്കുകയാണ്. നക്ഷത്രം സിംഹരാശിയിലുള്ള മകം ആയിരുന്നെന്ന് കണ്ടു. തന്നെയുമല്ല, ഭാഗ്യസ്ഥാനത്ത് സുശക്തനായി നിൽക്കുന്ന ഗുരുവിന്റെ ദൃഷ്ടിയിലാണ് ജന്മലഗ്നമായ തുലാം രാശി. അതിനാൽ ഗ്രഹനില അനുസരിച്ച് ഒരു വലിയ താപസനായിരിക്കുമെന്ന് ജ്യോതിഷവിധി ഉണ്ടായിരുന്നു എന്നാ പറയപ്പെടുന്നത്. ക്രൈസ്തവരെ സംബന്ധിച്ചുള്ള അങ്ങനെ പറയാൻ കഴിയുന്നതിൽ ഇത് എഴുതിയ അദ്ദേഹത്തിന് അതിനോട് വലിയ പ്രസക്തി ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം എഴുതി വെച്ചേക്കാം. ഇസഡ് ബാറേറ്റിന്റെ ഒരു രസകരമായ വരി 89 ഇസഡ് ബാറേറ്റിന്റെ പുസ്തകത്തില്, എനിക്ക് സമാധാനം തോന്നുന്ന, അല്ലെങ്കിൽ ഈ എബിയച്ചനോടൊക്കെ എനിക്ക് അസൂയ തോന്നുന്ന, അല്ലെങ്കിൽ പല അച്ഛന്മാരോടും എനിക്ക് അസൂയ തോന്നുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഇദ്ദേഹത്തിനെ കുറിച്ച് വായിച്ചപ്പോൾ സന്തോഷം തോന്നിയ ഒരു കാര്യമുണ്ട്. ഇങ്ങനെയാ ഇസഡ് ബാറേറ്റ് ഈ നമ്മുടെ ദിവ്യനാസ സിനിമയെ കണ്ടതിനെ കുറിച്ച് ചോദിക്കാം. 1080 അടുത്ത് ഒരു ദിവസം വട്ടശ്ശേരി മൽപ്പാനച്ചൻ പാറ ഇട്ടു വന്നു. അന്ന് അവിടെ താമസിച്ചു. അസ്ഥിമാത്രം ശേഷനായ ഒരു വെള്ളക്കുപ്പായക്കാരൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആള്. താടിയും മീശയും വളർത്തിയിട്ടുണ്ട്. എന്നിട്ട് ഹൈഫൻ ഇട്ടിട്ട് എഴുതിയേക്കാണ്, അല്ല വളർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പുളിയിളക്കമുള്ള നിലങ്ങളോ മരക്കോലുള്ള ചേരിക്കലയിലോ ഉണ്ടാകുന്ന നെൽച്ചെടി പോലെ അവിടെയും ഇവിടെയും 4, 3, 7 താടിമീശ, തമ്മിൽ തെറ്റിപ്പിണങ്ങി വെട്ടിത്തിരിഞ്ഞ് പായാൻ നിൽക്കുന്ന 2 വെണ്ണക്കണ്ണുകൾ. നേരെ നിൽക്കാൻ അവയിൽ ഒന്ന് ശ്രമിക്കുന്നുണ്ട്, ശരിക്ക് ഫലിക്കുന്നില്ല. ഇങ്ങനെ രസകരമായി എഴുതിയിട്ട് അവസാനം എഴുതിയേക്കാം, എന്നാൽ എന്താ, മുഖം ഭാസുര പ്രഭാപൂരിതമായി, മാംസളമായി, കോമളമായി, ദേഹകാന്തി വർദ്ധിച്ച് ശരീരം സ്ഥൂലമായി, ഒക്കെ കൂടെ ഒരു രാജഹർഷിയാണ് എന്ന് ആരും സമ്മതിക്കുന്ന നില. താടി മീശയ്ക്കും പോലും കിട്ടിയ ഉദ്ധാനത്തിൽ പങ്ക് എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തെ കാണാന് ആള് മെലിഞ്ഞതും കഷ്ടിച്ചൊക്കെ താടിയുള്ളെങ്കിലും അദ്ദേഹത്തിന്റെ മുഖത്ത് ഇതിന്റെ ആ വരികൾ നല്ല രസകരമായിട്ട് കുറച്ച് ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ ശ്രമിച്ചത് തന്നെ. ഉയർന്നു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ കണ്ണുകളൊക്കെ തന്നെ വളരെയേറെ പ്രസക്തമാണ്. അദ്ദേഹത്തിന്റെ പ്രധാന കാര്യങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ആരാധന ക്രമീകരണം. നമുക്ക് എത്രമാത്രം അത് മനസ്സിലാവും എന്നറിയില്ല. അന്ന് 2 ഭാഷകൾ നിലനിൽക്കുന്നുണ്ട്. 2 ഭാഷകൾ. ഒന്ന് സംസാര ഭാഷയായ മലയാളം, 2 ആരാധനാ ഭാഷയായ സുറിയാനി. ഇത് എത്രമാത്രം നിങ്ങളൊക്കെ എന്നോട് യോജിക്കുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ജോഷുവാച്ചനിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വലിയ പ്രത്യേകത അതാണ്. ഈ ദിവനാസിസ് തിരുമേനിയൊക്കെ ചെയ്തത് ഈ ആരാധന ഭാഷയെ സംസാര ഭാഷയാക്കാനാണ് ശ്രമിച്ചത്. എനിക്ക് തോന്നുന്നു മനസ്സിലായത്. ആരാധന ഭാഷയെ സംസാര ഭാഷയാക്കാൻ ശ്രമിച്ചു. അതായത് മലയാളം കൊണ്ട് ആരാധിക്കാൻ ജനത്തെ തയ്യാറാക്കലായിരുന്നു ദിവനാസ് തിരുമേനിയുടെ പ്രത്യേകത. ഇന്നിപ്പോ നമുക്ക് അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ ചില സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് തോന്നാറുണ്ട്, ഇവർ ഈ പറയുന്ന സുറിയാനിയുടെ ഒക്കെ അർത്ഥം കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കിയത് ഇവർ സുറിയാനി പോലും പറയത്തില്ലായിരുന്നു. കാരണം ആ പറയുന്നതിനകത്തൊക്കെ ഒരുപാട് തെറ്റുകളാണ്. ആ തെറ്റ് വരുന്നു എന്ന് കണ്ടായിരിക്കാം ഒരു പക്ഷേ ദിവനാസസ് പിതാവൊക്കെ മലയാള ഭാഷയിൽ ആരാധിക്കട്ടെ, അർത്ഥമറിഞ്ഞ് ആരാധിക്കട്ടെ, ആത്മാവിൽ അലിഞ്ഞു ചേർന്ന് ആരാധിക്കട്ടെ, സ്ഫുടമോ അല്ലെങ്കിൽ ഗാംഭീര്യമോ ഉള്ള ചില സുറിയാനി ഭാഷ ഉപയോഗിച്ച് നടത്തുന്ന പ്രകടനമല്ലാതെ
മലയാള ഭാഷയിൽ കൂടി ആത്മാവിൽ ആരാധിക്കട്ടെ എന്ന് അദ്ദേഹം ചിന്തിച്ചത്. ഞാനിരുന്ന ഒരു പള്ളിയില്, സന്ദർഭോഷ പറയുകയാണെ, ഞാനിരുന്ന ഒരു പള്ളിയില് ഒരു അപ്പച്ചനുണ്ട്. ആ അപ്പച്ചൻ എന്നോട് വന്ന് പറഞ്ഞൊരു വാചകമുണ്ട്, അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സുറിയാനിയിലൊക്കെ ഒന്ന് ചൊല്ലണം ഇടയ്ക്കിടയ്ക്ക്, അതൊക്കെ കേൾക്കുന്ന ഒരു സുഖമാണ്. ഇത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ആരാധന ഉണ്ടോ ഇല്ലെന്നുള്ളതല്ല, അതിനകത്തൊരു പൊടി സുഖമുണ്ട്. ഇതാണ് ഒരു പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, ശരിയോ തെറ്റോ എന്ന് എനിക്ക് അത്ര പറയാൻ അറിയില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ സുഖത്തെക്കാൾ ഉപരി ആത്മാവിൽ ആരാധിക്കണമെങ്കിൽ സ്വന്തം ഭാഷയിൽ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് കാഹളം മുഴക്കുന്നതിന്റെ ശബ്ദം എന്താണ് തിരിച്ചറിയുന്നില്ല, പിന്നെ നിങ്ങൾ എങ്ങനെ പടയ്ക്ക് പുറപ്പെടുമെന്ന് ചോദിക്കുന്ന പോലെ കൃത്യമായിട്ട് അത് ആരാധിക്കാൻ വേണ്ടി. പിന്നീട് മലങ്കര മെത്രാപ്പോലിത്ത ആയിരുന്ന പുലിക്കോട്ടിൽ തിരുമേനി, അദ്ദേഹത്തെ പുലിക്കോട്ടിൽ തിരുമേനിയുടെ വലിയ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം, പ്രകാശം വിജ്ഞാനത്തിൽ കൂടി പരത്തട്ടെ എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. സഭാ ജീവിതത്തെ ഒപ്പം തന്നെ പ്രകാശം പരക്കണമെങ്കിൽ വിദ്യാഭ്യാസം വരണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ദിവനാസ്യോസ് അഞ്ചാമൻ തിരുമേനി. അതിന്റെ ഫലമായിട്ട് അദ്ദേഹം ഒരുപാട് സ്കൂളുകളൊക്കെ സ്ഥാപിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഒരു നവോത്ഥാന നായകൻ തന്നെയാണ് അദ്ദേഹം, ഒരു പക്ഷേ എന്നല്ല എല്ലാ അർത്ഥത്തിലും. അദ്ദേഹത്തിന്റെ പിൻഗാമികളായി വന്ന പരിമല തിരുമേനിയും അത് തന്നെയായിരുന്നു, ഒരു തർക്കവുമില്ല. അതിനുശേഷം പരിമല തിരുമേനിയുടെ ഒരു ശിഷ്യനായിരുന്ന ദിവനാസ്യോസ് ആറാമൻ പിതാവിനെ, അന്നത്തെ ഗീവർഗീസ് മൽപ്പാനെ MD സെമിനാരി സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായിട്ട് നിയമിച്ചു. ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട നാളുകളായിരുന്നു കേട്ടോ. പ്രധാനപ്പെട്ട നാളെന്ന് പറയാൻ കാരണം മനോരമയുടെ മാമൻ മാപ്പിള എന്ന് പറയുന്ന വലിയ വ്യക്തിയുമായൊക്കെ ആ ബന്ധം ഉടലെടുക്കുന്നത് ഒരു പരിധിയിൽ കൂടുതൽ ഈ സമയത്താണ്. വ്യക്തിഗതമായ ചില പ്രശ്നങ്ങളൊക്കെ എന്റെ സമയം അനുസരിച്ച് ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായിക്കോളാം. അവരുമായിട്ടുള്ള വ്യക്തിബന്ധം ആരംഭിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ട്, തമ്മിലൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും ഈ വ്യക്തിബന്ധം ആരംഭിക്കുകയും ഗീവർഗീസ് മൽപ്പാനെ കുറിച്ച് നല്ല കാര്യങ്ങൾ റൈറ്റപ്പില് മനോരമ എഴുതുകയൊക്കെ ചെയ്യുന്നതിന്റെ പശ്ചാത്തലം ഇതാണെന്നാണ് ധീരോദാത്ത വിശുദ്ധൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് വ്യക്തമാക്കുന്നത്. പിന്നീട് അവിടെ നിന്നാണ് പഴയ സെമിനാരിയുടെ ചുമതല കിട്ടി. 8 വർഷക്കാലം സ്കൂള് ചുമതല ഭംഗിയായി നിർവഹിച്ചു. 1902 നവംബർ മാസം 2-ാം തീയതി പരിമല തിരുമേനി കാലം ചെയ്യുന്നു. 1903 1-ാം ഓർമ്മ ദിനത്തിൽ ഗീവർഗീസ് മൽപ്പാനെ റംബാനാക്കുന്നു. 1908 ഫെബ്രുവരി മാസം 14-ാം തീയതി, അതിനകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ഡേറ്റുകൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. 1908 ഫെബ്രുവരി മാസം 14-ാം തീയതി പഴയ സെമിനാരിൽ കൂടിയ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ അദ്ദേഹത്തെ മലങ്കര മെത്രാപ്പോലിത്തായി വാഴിക്കണമെന്ന് തീരുമാനമെടുത്തു എന്നാണ് നമ്മൾ കാണുന്നത്. എന്നാൽ മറ്റു പുസ്തകങ്ങളിലൊക്കെ അത് ഇന്ന്, നിങ്ങളുടെ ഇന്ന് എന്ന് പറയാം, 1908 ഫെബ്രുവരി മാസം 27-ാം തീയതി മെത്രാൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തു എന്ന് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. 1908 മെയ് മാസം യെരുശലേമിലെത്തി. 31-ാം തീയതി അബ്ദുള്ള പാത്രിക്കീസിൽ നിന്ന് മേൽപ്പട്ടക്കാരനായി വാഴിക്കപ്പെട്ടു. അദ്ദേഹം മേൽപ്പട്ടക്കാരനായി തിരിച്ചു വന്നപ്പം ഈ ചില അധികാര കിട്ടണമെങ്കിൽ ഈ സാത്തിക്കോ എന്നൊക്കെ പറയും, അധികാര പത്രം ഇദ്ദേഹത്തിന് നൽകിയില്ല. അതിന് കാരണം പട്ടമേറ്റത് ശരിയാണ്, പക്ഷേ അതിലുപരിയായി അടിമത്വത്തിലേക്ക് അദ്ദേഹത്തിന് അന്നും പോകുന്നതിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ട് അധികാരം അദ്ദേഹത്തിന് നൽകിയില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. തിരിച്ചെത്തി പുതിയ മെത്രാപ്പോലിത്തായെ, അതായത് ദിവനാസ്യോസ് ആറാമനെ വളരെ സന്തോഷത്തോടെ ദിവനാസ് അഞ്ചാമൻ സ്വീകരിച്ചതായിട്ടും പിന്നീട് തന്റെ താമസം കോട്ടയം ചെറിയ പള്ളിയിലേക്ക് മാറ്റി. 1912 ജൂലൈ മാസം 12-ാം തീയതി പുലിക്കോട്ടിൽ തിരുമേനി കാലം ചെയ്തപ്പോൾ മര്യപുരുഷനായ ദിവനാസ്യോസ് ആറാമൻ അല്ലെങ്കിൽ പട്ടശ്ശേരി തിരുമേനി മലങ്കര മെത്രാപ്പോലിത്തയായി
പഴയ സെമിനാരിയിലേക്ക് താമസം മാറ്റി. നിങ്ങൾക്ക് അറിയാവുന്ന എന്റെ വിചാരം ഈ കാര്യം, മലങ്കര മെത്രാപ്പോലീത്തായുടെ ആസ്ഥാനം പഴയ സെമിനാരിയാണ്, കാതോലിക്കയുടെ ആസ്ഥാനമാണ് ദേവലോകം. പക്ഷെ ഇന്ന് ഇത് രണ്ടും കൂടെ ലയിച്ചത് കൊണ്ടും, അല്ലെങ്കിൽ 1950 ശേഷമാണ് കാതോലിക്കേറ്റിന്റെ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന കാതോലിക്കേറ്റ് സെന്റർ ഉണ്ടാകുന്നതൊക്കെ. അതുകൊണ്ട് രണ്ടായിട്ട് ഇപ്പൊ കാണുന്നുവെങ്കിലും പണ്ട് മലങ്കര മെത്രാപ്പോലീത്തയുടെ ആസ്ഥാനം അവിടെയാണ്. തുടർന്ന് നിങ്ങൾക്കറിയാം അബ്ദുള്ള പാത്രിക്കീസ് അദ്ദേഹത്തെ മുടക്കിയാണ് 1912 കാതോലിക്കേറ്റ് സ്ഥാപിക്കുന്നു. 1934 ഫെബ്രുവരി മാസം 23 ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ഒരുപക്ഷെ ഈ സെമിനാർ പോലും സംഘടിപ്പിച്ചത്, ഈ ഡേറ്റിൽ സംഘടിപ്പിച്ചതിന്റെ കാരണം അദ്ദേഹത്തിന്റെ ഈ വിയോഗത്തിന്റെ ദിവസവുമായി ചേർന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് ഇദ്ദേഹത്തിന്റെ ഒരു ചരിത്ര പശ്ചാത്തലമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഇനി ഒരു രസകരമായ ഒരു ചോദ്യം ആർക്കെങ്കിലും അറിയാമെങ്കിൽ, ഇത്രയും നേരം നിങ്ങൾ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആണോ എന്ന് എനിക്ക് അറിയില്ല, എങ്കിലും ചുമ്മാ ഒരു ചോദ്യം ഒന്ന് ചോദിച്ചോട്ടെ. ആ ചോദ്യം ഇതാണ്: സഭാഭാസുരൻ എന്ന പേര് അദ്ദേഹത്തിന് കൊടുത്തത് ആരാന്ന് പറയാമോ? ഈ ഐബീച്ചൻ എന്ന് പറയല്ലേ, ഐബീച്ചനൊക്കെ അറിയാം, കാരണം നമ്മുടെ സെമിനാറിലൊക്കെ ഈ ടി വർഗീസച്ചനൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് പഠിപ്പിച്ചിട്ടുള്ളതായതുകൊണ്ട്. എബീച്ചനല്ല, വേറെ ആർക്കെങ്കിലും പറയാമോ അദ്ദേഹത്തിന് ഈ പേര് കൊടുത്തത് സഭയാണോ അതോ വേറെ ആരെങ്കിലും ആണോ എന്നൊന്ന് പറയാമോ? കേക്കട്ടെ, എന്തെങ്കിലും അറിയാവുന്നവരുണ്ടോ കേക്കട്ടെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. രണ്ടാമൻ ബാവയാണോ അച്ഛാ? രണ്ടാമൻ ബാവ എന്ന് പറയുന്നു. വേറെ 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 എന്തെങ്കിലും? ശരി, ഞാന് ഒരു ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ പോവാണേ. വട്ടശ്ശേരി ഗീവർഗീസ് മാർ ദിവന്യാസിയോസ് മെത്രാപ്പോലീത്തയുടെ വിശേഷണമാണ് മലങ്കര സഭാഭാസുരൻ. 1923 വട്ടിപ്പണ കേസിന് ദോഷമായി തിരുവനന്തപുരം ഹൈക്കോടതി വിധിയുണ്ടായപ്പോൾ സഭയിൽ സമാധാനത്തിന് വേണ്ടി അദ്ദേഹം മർദീനിൽ എലിയാസ് പാത്രിക്കീസ് ബാവായെ സന്ദർശിച്ചു. ഇനിയത്തെ രസം കേട്ടോ. ഈ കാലത്ത് കുന്നുംകുളത്ത് നിന്ന് പുലിക്കോട്ടിൽ ജോസഫ് ഷമ്മാശൻ, പിന്നീട് അദ്ദേഹം റീത്ത് സഭയിൽ ചേർന്നു. പത്രാധിപത്യത്തിൽ സഭാകാഹളം എന്നൊരു വാരിക പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. മെത്രാപ്പൊലിത്തയും പാത്രിക്കീസും തമ്മിൽ കൂടിക്കണ്ടതിന്റെ ഫലമായി മെത്രാപ്പൊലിത്തയ്ക്ക് ഉണ്ടായിരുന്ന മുടക്ക് തീർത്തതായും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മേൽപ്പെട്ടക്കാരെ സ്വീകരിച്ചതായും പാത്രിക്കീസ് കൽപ്പന കൊടുത്തു. ഇതൊക്കെ പല സമയത്തും വിവാദ വിഷയങ്ങളാണ് കേട്ടോ. ഞാൻ അതുകൊണ്ട് തന്നെ വായിച്ചാൻ കേൾപ്പിച്ചേ, അല്ലെങ്കിൽ എനിക്ക് പറയാൻ അറിയാൻ വേണ്ടിയിട്ടല്ല, വായിച്ച് കേൾപ്പിച്ചതിന്റെ കാരണം ഇതൊക്കെ വിവാദ വിഷയമാണ്. മുടക്ക് കൽപ്പന പിൻവലിച്ചില്ലെന്നും മുടക്ക് കൽപ്പന ഇപ്പോഴും ഉണ്ടെന്നും ഒക്കെ പറഞ്ഞ് പല ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ വളരെ കൃത്യമായിട്ട് ഞാൻ വായിച്ച മുടക്ക് കൽപ്പന പിൻവലിച്ച് സ്വീകരിച്ചു. ഈ വാർത്ത ശ്രദ്ധിക്കണേ, ഈ വാർത്ത മർദീനിൽ നിന്ന് സഭാകാഹളം പത്രത്തിൽ ലഭിച്ചു. ആ സമയത്ത്, അന്നേരം മലങ്കര റീത്ത് എന്ന് പറയുന്ന സഭ ഉണ്ടായിട്ടില്ല. ആ സമയത്ത് ജോസഫ് ഷമ്മാശനോട് അടുത്ത് മഹാകവി വള്ളത്തോളും കുന്നുംകുളത്ത് താമസിച്ചിരുന്നു. വാർത്ത ലഭിച്ചപ്പോൾ ഷമ്മാശൻ വള്ളത്തോളുമായി വട്ടശ്ശേരി തിരുമേനിക്ക് ഒരു സ്ഥാനനാമം കൊടുക്കണമെന്ന് ആലോചിച്ചു. അവർ ഇരുവരും കൂടി വട്ടശ്ശേരി തിരുമേനിക്ക് മലങ്കര സഭാ ഭാസുരൻ എന്ന വിശേഷണം നൽകി കാഹളത്തിൽ പ്രസിദ്ധപ്പെടുത്തി. ആ സ്ഥാനനാമത്തിൽ മെത്രാപ്പൊലീത്ത പിന്നീട് അറിയപ്പെട്ടു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നുണ്ട് വിചാരം. ഈ പേര് ഞാനും വിചാരിച്ചത് തിരിച്ചാ കേട്ടോ. ഞാനും വിചാരിച്ചതൊക്കെ തിരിച്ചാ. ഈ വിഷയം സെമിനാരി ചെന്നതിന് ശേഷം ടി വർഗീസ് അച്ഛൻ പഠിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ ഇതൊക്കെ കുറച്ചെങ്കിലും മനസ്സിലാക്കുന്നത്. ഭാസുരൻ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമെന്നാണ് എന്റെ വിചാരം. അതിന്റെ വാക്കിന്റെ അർത്ഥം സൂര്യൻ, പകലോൻ എന്നൊക്കെ അർത്ഥം വരുന്ന രീതിയിലുള്ള വാക്കുകളാണ്. അപ്പം അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു വള്ളത്തോൾ എന്ന് പറയാൻ കഴിയും. രണ്ടാമത് മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ്.
കൊട്ടാരത്തിൽ ശങ്കുണ്ണി എങ്ങനെയാ അദ്ദേഹത്തിന്റെ ജീവിതമായിട്ട് പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാല് അദ്ദേഹത്തിന്റെ ഈ പരിഭാഷകളെ ഇച്ചിരി വൃത്തിയാക്കാനും അതിന്റെ ക്രമീകരണത്തിനും ഒക്കെ വേണ്ടി കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ സഹായം തേടി. പ്രത്യേകിച്ച് കെന്താ നമസ്കാരം നിങ്ങൾക്ക് അറിയാലേ, കെന്താ നമസ്കാരം ചൊല്ലുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട്, ശീമാ നമസ്കാരം. അതുകൊണ്ട് ഈ പൗലോസ് ഗ്രിഗോറിയോസ് തിരുമേനി സെമിനാരിയിൽ കെംത നമസ്കാരം ചൊല്ലുകൊള്ളായിരുന്നു. സ്ലീബ നമസ്കാരം ചൊല്ലിക്കില്ലായിരുന്നു അദ്ദേഹം ഉള്ള സമയത്ത്. കെംത നമസ്കാരം ചൊല്ലുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ആ സുഖം വന്നതിന്റെ കാരണം ഈ രണ്ട് ജ്ഞാനികളോട് തമ്മിലുള്ള ചേർച്ച. കൊറട്ട് മൽപ്പാനച്ചനെ ഞാൻ ചെറുതായി കാണുകയല്ല, കൊട്ടാരത്തിൽ ശങ്കുണ്ണിയും ഗീവർഗീസ് മൽപ്പാനും കൂടെ, അല്ലെങ്കിൽ നമ്മൾ സ്മരിക്കുന്ന ദിവ്യനാസിയോസ് ആറാമൻ തിരുമേനിയും തമ്മിലുള്ള ഒരു വലിയ ബന്ധമാണ് അവിടെ കാണാനായിട്ട് ആ ഭാഷയിൽ അതാണ് കാണുന്നത് ഒരു പരിധിയിൽ കൂടുതൽ. അങ്ങനെയാണ് അതിന്റെ ഒരു വരുന്നത്. ഇനിയും നമുക്ക് 2-3 പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ നിങ്ങളുടെ എഴുത്തിനകത്ത് വരേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാണ് അബ്ദുള്ള പാത്രികീസിന്റെ മുടക്ക്. അബ്ദുള്ള പാത്രികീസിന്റെ മുടക്ക് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും എന്റെ വോയിസ് എവിടെയെങ്കിലും കോട്ടിയോ ഇല്ലയോ എന്ന് എനിക്ക് പേടിയുണ്ട്. എന്നാലും ഞാൻ പറയുക, ഈ പലപ്പോഴും നമുക്ക് ഈ വഴക്കിപ്പോ ഉണ്ടാകുന്ന അന്ത്യോക്യൻ സഭയും അല്ലെങ്കിൽ സിറിയൻ ഓർത്തഡോക്സ് സഭയും മലങ്കര ഓർത്തഡോക്സ് സഭയും നമ്മളുടെ വഴക്കിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പം ഈ വഴക്കുണ്ടാകാനുള്ള പശ്ചാത്തലം ഇവിടുത്തെ നവീകരണ വിഭാഗമാണെന്നുള്ളത് നമ്മൾ മറന്നു പോവാ. പത്രോസുദ്ദീൻ പാത്രികീസിന്റെ ആഗമനം നവീകരണ വിഭാഗത്തിനെതിരെയുള്ള വരവാ. അത് നമ്മൾ എവിടെയോ വിസ്മരിച്ചു പോയിട്ട് നമ്മൾ കുറ്റപ്പെടുത്തിയ 3 മലങ്കര മെത്രാപ്പോലിത്തന്മാർ ഒരേ സമയത്ത് മലങ്കരയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്താ ദിവ്യനാസിയോസ് ആറാമൻ തിരുമേനി ജീവിച്ചത്. ഒന്ന്, നമ്മളിപ്പോൾ ആദരിക്കുന്ന വ്യക്തിത്വം ദിവ്യനാസിയോസ് പിന്തുടർച്ചയിലുള്ള ദിവ്യനാസിയോസ്മാർ. 2, മാർത്തോമാ സഭയുടെ അത്താനാസിയോസ് പോലുള്ള പിതാക്കന്മാര്. 3, ഇവിടെ ചേപ്പാടുമാർ ദിവ്യനാസിയോസ് തിരുമേനി സ്ഥാനം ഒഴിഞ്ഞിട്ട് മറ്റു ചിലർക്ക് സ്ഥാനം കൊടുത്തു. മറ്റു ചിലരെന്നല്ല, കൂർലോസ് പിതാവിന്, അന്ത്യോക്യയിൽ നിന്ന് കൂർലോസ് പിതാവിന് സ്ഥാനവും കൊടുത്തു. ഈ 3 എണ്ണമൊക്കെ കിടന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എനിക്കറിയില്ല ഈ എത്രമാത്രം ഇതിനെക്കുറിച്ച് നമ്മളൊക്കെ ബോധ്യമാണ്. ഇതിന് ശേഷം വന്നതാണ് അന്ത്യോക്യൻ പ്രവണത. ഒരുപക്ഷെ നവീകരണം എന്ന് പറയുന്ന വലിയ പ്രതിസന്ധി ഇല്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്ന ആധിപത്യവും ഇപ്പൊ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരില്ല. അതുകൊണ്ടാ പലപ്പോഴും ഓർത്തഡോക്സ് സഭയ്ക്ക് അല്ലെങ്കിൽ മലങ്കര സഭയ്ക്ക് ഒരു അടി കിട്ടുമ്പോ സന്തോഷിക്കുന്ന സഭകൾ ഏതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഏതെങ്കിലും സഭയുടെ പേര് പറയണില്ല, എനിക്ക് എല്ലാവരോടും നല്ല ബന്ധം തന്നെയാണ്, എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ സത്യം മനസ്സിലാക്കാതെ വല്ലാണ്ട് സന്തോഷിക്കുന്ന ചിലരെ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഒരു 10-200 വർഷം കഴിഞ്ഞാലും അല്ലെങ്കിൽ 100-150 വർഷം കഴിഞ്ഞാലും ആ ശത്രുത അങ്ങോട്ട് മാറുന്നില്ല എന്നുള്ളത് കാണുമ്പോൾ ഉള്ള രസം. പോട്ടെ, ഞാനത് സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒന്നാണ് ഈ മുടക്ക് കൽപ്പന എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അബ്ദുള്ള പാത്രികീസ് അദ്ദേഹത്തെ മുടക്കിയാണ്. ഈ 2 മുറികൾ, ഒന്ന് മലങ്കര മെത്രാപ്പോലീത്തയുടെ മുറിയും ഒന്ന് പാത്രികീസിന്റെ മുറിയും പഴയ സെമിനാറിൽ ഉണ്ടായിരുന്നു. ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് ഒരു വാചകം കൊടുത്തു വിടേണ്ടതിന് പകരം അന്ന് അഞ്ചലാപ്പീസിലേക്ക്, അഞ്ചലാപ്പീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പോസ്റ്റ് ഓഫീസ്, ആ കാലത്തെ വാക്കാണ് അഞ്ചലാപ്പീസ്. അഞ്ചലാപ്പീസിലേക്ക് എഴുത്ത് കൊടുത്തു വിടുകയും ആ എഴുത്തിന്റെ ഫലമായി മുടക്ക് കൽപ്പന ഉണ്ടാകുകയും ദിവ്യനാസിയോസ് ആറാമൻ തിരുമേനി അത് വലിച്ചീറിയെടുത്ത് അയ്യത്ത് കളയുകയും ചെയ്ത ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇപ്പം ഞാനത് എന്താണെന്ന് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. രണ്ടാമത് അദ്ദേഹത്തെ വേദനിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു. ഇത് നിങ്ങളുടെ എഴുത്തുകളിൽ വരട്ടെ. PG ഗീവർഗീസ് എന്ന് പറയുന്ന ഒരു നല്ല ശിഷ്യനെ അദ്ദേഹം വളർത്തിക്കൊണ്ടു വന്നായിരുന്നു. നല്ലൊരു ശിഷ്യനെ അദ്ദേഹം വളർത്തിക്കൊണ്ടു വന്നായിരുന്നു. അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെയുള്ള, സെക്കുലർ നോളജ് ഒക്കെയുള്ള ഒരു വ്യക്തിത്വത്തെ അദ്ദേഹം വളർത്തിക്കൊണ്ടു വന്നായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന്റെ താല്പര്യമെന്ന് നമ്മൾ പറയുന്നു. കൂടുതൽ വ്യക്തമായി പറയാൻ എനിക്കും
അറിയില്ല. ഞാൻ പഠിച്ചേക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിഗതമായ താല്പര്യം അനുസരിച്ച് അദ്ദേഹം പുനരൈക്യം എന്ന് പറയുന്ന ഒരു ഓർത്തഡോക്സ് ദൈവശാസ്ത്രത്തിന് ഒരിക്കലും ചേരാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലി ഒരിക്കലും വാലിഡ് അല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം മാറുകയൊക്കെ ചെയ്ത ചരിത്രം നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നീട് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നിങ്ങളുടെ എഴുത്തുകളിനകത്ത് ഇച്ചിലൂടെ ഹൈലൈറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഒരു പഠനം ഉണ്ടാകട്ടെ. ഒന്ന്, വട്ടശ്ശേരി പിതാവിനെ കുറിച്ചുള്ള മുടക്ക്. രണ്ട്, പി.ടി. ഗിയോറീസ് അച്ഛൻ അല്ലെങ്കിൽ മോറിവാനിയസ് പിതാവുമായിട്ടുള്ള വലിയ വിഷമം. പിന്നീടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കാതോലിക്കേറ്റിന്റെ സ്ഥാപനം. കാതോലിക്കേറ്റ് എന്ന് പറയുന്നത് സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെ അടയാളം. ഞാൻ ഈ കാതോലിക്കേറ്റിനെ കുറിച്ച് വായിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായ സംശയം തോന്നിയ ഒരു കാര്യമുണ്ട്. തനിക്ക്, അദ്ദേഹത്തിന് തന്നെ കാതോലിക്ക ആകാമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അദ്ദേഹത്തിന് തന്നെ കാതോലിക്കായിരുന്നു. അദ്ദേഹത്തിന് കാതോലിക്കാനുള്ള എല്ലാ പവറും ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം അദ്ദേഹം ആ സ്ഥാനമൊന്നും ആഗ്രഹിച്ചില്ല. ഒരിക്കലും അദ്ദേഹം ആ സ്ഥാനമൊന്നും ആഗ്രഹിച്ചില്ല. പകരം മറ്റൊരാൾക്ക് ആ സ്ഥാനം വിട്ടുകൊടുക്കുന്നതിന് വളരെയേറെ സന്നദ്ധനാണ്. ഇപ്പൊ എനിക്കാണെങ്കിൽ പോലും ഒപ്പത്തിനൊപ്പം ഇരിക്കാൻ പറ്റിയ ഒരാള് കസേരയിൽ ഇരിക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. പക്ഷെ ദിവ്യനേഷ്യസ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇറിറ്റേഷൻ ഇല്ലായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഒരു മഹിമ തന്നെയാണ്. ഇത് ഒരു കാര്യം മാത്രമല്ല കേട്ടോ. ഞാൻ സന്ദർഭവശാൽ മറ്റു കാര്യം ഓർപ്പിക്കും. ഈ അദ്ദേഹത്തിന്റെ ഏലിയാസുദ്ദീൻ പാത്രികീസിന്റെ മരണം 1932 ഉണ്ടായി. ഭയങ്കരമായി ഉപദ്രവിക്കുകയും മനസ്സൊരുപാട് വേദനിക്കുകയും ചെയ്തൊരു സംഭവമായി ഏലിയാസുദ്ദീൻ പാത്രികീസിന്റെ സംഭവങ്ങളെല്ലാം. അങ്ങനെ ഉണ്ടായിട്ട് പോലും 1932 ഏലിയാസുദ്ദീൻ ബാവ മഞ്ഞനിക്കരയില്, ഓമല്ലൂർ മഞ്ഞനിക്കരയില് മരിച്ചു എന്നറിഞ്ഞപ്പോഴ്, അല്ലെങ്കിൽ കാലം ചെയ്തു എന്നറിഞ്ഞപ്പോഴ് വട്ടശ്ശേരി പിതാവ് അവിടെ പോയി പ്രാർത്ഥിച്ചു. എങ്ങനെ പറ്റും? അത് അദ്ദേഹത്തിന്റെ ഒരു വലിയ നന്മയായി മാത്രം കാണാനായിട്ട് ആഗ്രഹിക്കുക. രണ്ട് പേരുകൾ നിങ്ങളൊന്ന് കൃത്യമായി അതിനകത്ത് എഴുതുക. അബ്ദുൽ മഷിയ പാത്രികീസും അബ്ദൽ മഷിയ പാത്രികീസ്, അല്ലെ അബ്ദേദ് മഷിയ പാത്രികീസ്. അബ്ദുൽ മഷിയ പാത്രികീസും അബ്ദൽ മഷിയ പാത്രികീസ് അല്ലെങ്കിൽ അബ്ദേദ് മഷിയ പാത്രികീസ്. ഈ രണ്ട് പേരുകൾ ഒന്ന് ഓർത്തോണേ. അബ്ദുൽ മഷിയ പാത്രികീസ് മുടക്ക് കൽപ്പന കൊടുത്ത ആളും, അബ്ദേദ് മഷിയ അല്ലെ അബ്ദൽ മഷിയ പാത്രികീസ് മലങ്കരയിൽ എത്തി കാതോലിക്കേറ്റ് സ്ഥാപിച്ച വ്യക്തിയുമാണ്. ഞാനിത് പറയാൻ കാര്യം, പേരുകൾ പലപ്പോഴും പലരുടെയും തെറ്റാറുണ്ട്. അദ്ദേഹം മലങ്കരയിൽ വന്ന് മുറിമറ്റത്തിൽ പൗലോസ് മാർ ഈവാനിയോസ് തിരുമേനിയെ ഒന്നാമത്തെ കാതോലിക്കയായി ബസേലിയോസ് പൗലോസ് പ്രഥമൻ ബാവയായി വാഴിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാ? കാതോലിക്കേറ്റ് അദ്ദേഹം സ്ഥാപിച്ചതുകൊണ്ട്. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും, എന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ. മേൽപ്പെട്ട സ്ഥാനത്തിനും മൂറോൻ കൂദാശ ചെയ്യുന്നതിനും ഇനി മേലിൽ മറ്റൊരു സഭയെയും ആശ്രയിക്കേണ്ടതില്ല. പരിശുദ്ധ ബാവാതിരുമേനി ഇപ്പോഴത്തെ നമ്മുടെ മാത്യൂസ് തൃതീയൻ ബാവയുടെ ഒരു വളരെ പ്രസിദ്ധമായ ഒരു കൊട്ടേഷൻ ഉണ്ട്. അയലക്കത്തെ വീട്ടിൽ അല്പം തീ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കഞ്ഞി അവരുടേതാവണം എന്ന് പറഞ്ഞ് നടക്കില്ല, അത് മലങ്കര സഭാ മക്കൾ കൊടുക്കില്ല എന്ന് പറയുന്നൊരു കാര്യം. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്നത്. മേൽപ്പെട്ട സ്ഥാനം കിട്ടാനും അല്ലെങ്കിൽ മൂറോൻ കൂദാശ ചെയ്യുന്നതിനും ഇനി ഒരു രീതിയിലും ആരുടെയും അനുവാദം വേണ്ട, സ്വയം ശീർഷകത്വമായി. രണ്ട്, മലങ്കര സഭ മറ്റേത് ഓർത്തഡോക്സ് സഭയെ പോലെ, നിങ്ങൾക്ക് അറിയാം ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ ഉണ്ട്. അതിലൊന്നാണ് സുറിയൻ ഓർത്തഡോക്സ് സഭ, ഒന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ, എത്യോപ്യൻ, ഈജിപ്ഷ്യൻ, എറിത്രിയൻ ഒക്കെ വരുന്ന അതിനകത്താണ്. അതിന്റെ കൂട്ട് തന്നെ ഒരു സ്വതന്ത്ര സഭയായി, തോമസ് ലീഹായുടെ പാരമ്പര്യത്തിലുള്ള ഒരു സ്വതന്ത്ര സഭയായി നിലനിൽക്കാൻ തക്കവണ്ണം കഴിയും. അടുത്ത മൂന്ന്, മലങ്കര സഭയുടെ പരമാധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മലങ്കര സഭാ മക്കൾക്ക് ഉണ്ടായി. മറ്റേത് അങ്ങനെയല്ല. ഒരാളെ വിട്ടാലും അദ്ദേഹത്തെ മലങ്കരയുടെ അധിപനാക്കണോ വേണ്ട എന്ന് വേറെ ചിലർ തീരുമാനിക്കുന്നത്. ഇതങ്ങനെയല്ലേ? മലങ്കര സഭാ മക്കൾക്ക് അതിനുള്ള അവകാശം ഉണ്ടായി.
ഭാരതത്തിന്റെ സംസ്കാരത്തോട് ഇഴുകിച്ചേർന്ന് സ്വയസിദ്ധമായി പ്രവർത്തിക്കാനുള്ള ഭാഷ ഉണ്ടായി. മറ്റേത് അങ്ങനെയല്ല. ആരാധനാ ബന്ധം അവിടെ കിടക്കുന്നുണ്ട്, അതേ രീതിയിൽ ഇവിടെ ഫോളോ ചെയ്യുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ അല്ലാതെ ഭാരതത്തിന്റെ സംസ്കാരമുണ്ട്, ഭാരതത്തിന്റെ പശ്ചാത്തലമുണ്ട്. ഈ പലതും ഇന്ന് നമ്മള് അൺവാണ്ടഡ് എന്ന് പറയുന്ന കാര്യങ്ങൾ കോപ്പി ചെയ്ത് ജീവിക്കുന്നവരാണ്. അൺവാണ്ടഡ് 2025 there are some, കൂടുതൽ വ്യക്തമാക്കിയാൽ പ്രശ്നമാണ്. അതിനെയൊക്കെ ഇപ്പോഴും നമ്മളിങ്ങനെ അന്ധമായിട്ട് അങ്ങ് അനുകരിക്കുക. നമ്മുടെ നാടിന്റെ പശ്ചാത്തലവും സംസ്കാരത്തോട് ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. അത് ചിലത് മാറ്റാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് അത് കൊണ്ടു നടക്കുന്നത്. പോട്ടെ. അടുത്തത്, ഒരു സ്വതന്ത്ര സഭ എന്ന നിലയിൽ എക്യൂമിനിക്കൽ ബന്ധങ്ങൾ ആക്കം കൂട്ടാൻ ഇടയായി വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൽ WCCയിൽ മലങ്കര സഭയ്ക്ക് അതോടെ അംഗത്വം ലഭിച്ചു. തന്റേതായ ശീർഷകത്തിൽ അംഗത്വം ലഭിച്ചു. എല്ലാറ്റിലുപരി മാർ തോമസ് ശ്ലീഹായുടെ പാരമ്പര്യം, പൈതൃകം നമുക്ക് പിന്തുടരുവാനായിട്ട് സാധിച്ചു എന്നുള്ള, അല്ലെങ്കിൽ കൊണ്ടു നടക്കാനായിട്ട് ഇടയായി എന്നുള്ളത് അതോടുകൂടി ലഭിച്ച ഒരു വലിയ കാര്യമായിട്ട് കാര്യം കാണുകയാണ്. ഇത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടും സംഭവമായിട്ടുള്ളത്. ഇനി 2-3 പ്രധാനപ്പെട്ട റൈറ്റിംഗ്സിനെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട മതോപദേശ സാരങ്ങൾ. നിങ്ങൾക്ക് അറിയാമെന്ന് എന്റെ വിചാരം. മതോപദേശ സാരങ്ങൾ അദ്ദേഹത്തിന്റെ പ്രധാന റൈറ്റിംഗിൽ ഒന്നാണ്. അത് വന്നതിന്റെ കാരണം, ഇപ്പം ഈ പലരും എന്നെ വിശ്വാസ വിഷയം, ഞാൻ എനിക്ക് ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലായാലും ഞാൻ ഈ വിശ്വാസ വിഷയം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ കാരണവും ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ദേ ഹാവ് ദെയർ ഓൺ തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. അത് ആരെ കുറിച്ചാന്ന് ചോദിച്ചാൽ ഞാൻ പറയും പെന്റക്കോസ്റ്റൽ ചർച്ചസിനെ കുറിച്ചാ. അത് ശരിയെന്ന് അവർ വിശ്വസിക്കുന്നു. ഞാൻ ഉൾപ്പെടുന്ന സഭയുടെ വിശ്വാസം ശരിയെന്ന് ഞാനും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. എല്ലാത്തിനും അതിൻ്റെതായ വീക്ഷണങ്ങളുണ്ട്. അതിന്റെ പേരിൽ അവരതിനെ കാണുന്നത്. അപ്പൊ ഞാനിത് പറയാൻ കാരണം, എന്റെ നാട്ടിലാണ് ഇവരുടെ ഒരു വലിയ സെമിനാരി ഉള്ളത്, ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി എന്ന് പറയുന്നത്. പട്ടശ്ശേരി തിരുമേനി അല്ലെങ്കിൽ ദിവനാസ്യസ് ആറാമൻ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജനിച്ചു വളർന്ന മല്ലപ്പള്ളി അല്ലെങ്കിൽ കോഴഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തിന് നവീകരണത്തിന്റെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ അദ്ദേഹം അതിനോട് ചെറുത്ത് നിൽക്കാൻ ചെറുപ്പകാലം മുതലേ തിരുവചനം പഠിക്കുകയും തിരുവചനം വായിക്കുകയും വ്യാഖ്യാനിക്കുകയും പിതാക്കന്മാരുടെ വരികൾ പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് മതോപദേശ സാരം എന്ന് പറയുന്ന പുസ്തകം കൃത്യമായി, ഒരുപക്ഷെ ഇൻ ഡെപ്ത്, വളരെ കൃത്യമായി വേദപുസ്തക അടിസ്ഥാനത്തിൽ വിശ്വാസ വിഷയങ്ങള്, കൂദാശകളൊക്കെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്. എല്ലാവരോടുമുള്ള മൈ ഹംബിൾ സജഷൻ, എവരി വൺ ഷുഡ് റീഡ് ഇറ്റ്. ഒരു തവണയിലും അത് വായിക്കണം. പിന്നീട് അത് റെഫറൻസ് ടെക്സ്റ്റായി നിങ്ങളുടെ മുമ്പിൽ വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പം മതോപദേശ സാരങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തെ കുറിച്ച് നിങ്ങളുടെ എസ്സേ ഉണ്ടാകട്ടെ. 2, അദ്ദേഹത്തിന്റെ ആരാധന. അത് നമ്മൾ പറഞ്ഞല്ലോ, കുർബാനക്രമ മലയാളത്തിലേക്കുള്ള വിവർത്തനം, കെംത നമസ്കാരത്തിന്റെ വിവർത്തനം, നിരവധിയായ റൈറ്റപ്സുകൾ ആരാധനപരമായി ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ ആരാധനപരമായ പ്രത്യേകതയായിരുന്നു. പിന്നീടുള്ളത് മൂന്നാമത്തേതാണ് സുറിയാനി ഭാഷ വിശ്വാസികൾ പഠിക്കാൻ വേണ്ടി ഒരു പുസ്തകം തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഞാനിത് എവിടെയോ കുറിച്ചു വെച്ചു, എവിടെയാണെന്ന് ഞാൻ ഒരു സെക്കൻഡ്. സുറിയാനി പാഠങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം. അത് ബേസിക്കലി അദ്ദേഹം ലക്ഷ്യം വെച്ചത് സെമിനാരി വിദ്യാർത്ഥികളെ കണ്ടുകൊണ്ടാണ്. സെമിനാരി വിദ്യാർത്ഥികളെ കണ്ടുകൊണ്ട് തന്നെ ലക്ഷ്യം വെച്ചാണ് അദ്ദേഹം അതിന്റെ രചന നിർവഹിച്ചത്. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. ഏറ്റവും പ്രധാനമായി നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഭരണഘടന എന്ന് പറയുന്നത് തന്നെയാണ്. ഭരണഘടനാ ശില്പി എന്ന് നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. ഭരണഘടനാ ശില്പി എന്ന് വിളിക്കുന്നതിന് കാരണം, ഭരണഘടന, ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മലങ്കര സഭ ഭരിക്കപ്പെടേണ്ടത് ഒരു ഭരണഘടനയാണ് വെച്ചാണ് എന്ന്
ഒരു ദീർഘവീക്ഷണമാണ്. ചെറിയ വീക്ഷണമല്ല, ദീർഘവീക്ഷണം. ആ ദീർഘവീക്ഷണം അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. ഞാൻ ഈ ഭരണഘടനയെ കാണുന്നത് വളരെ കൃത്യമായൊരു പാത്തായിട്ടാണ് കാണുന്നത്. വളരെ കൃത്യമായൊരു പാത്ത്. നിങ്ങൾ ഇങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത്. നിങ്ങൾ ആർക്കെങ്കിലും എൻ്റെ ഒരു പുസ്തകമുണ്ട്, ഓർത്തഡോക്സ് സഭാ പൈതൃകം എന്ന പുസ്തകത്തിന്റെ പേര്. അത് 19th എഡിഷൻ കഴിഞ്ഞു. എനിക്കറിയില്ല മലങ്കര സഭയില്, പക്ഷെ മതോപദേശ സാറ് എത്ര എഡിഷൻ ആയെന്ന് എനിക്കറിയില്ല. ഈ ഓർത്തഡോക്സ് സഭ പൈതൃകത്തിന് അത്ര ഒരു ഇറങ്ങിയൊരു പുസ്തകം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും കോമൺ പുസ്തകം, കുർബാനക്രമമൊക്കെ ഉണ്ടാവും. ഇതാണ് ആ പുസ്തകത്തിന്റെ ഫ്രണ്ട് പേജ്. ഇത് ഞാൻ എഴുതിയതിന് ഒരു കാരണമേ ഉള്ളൂ. ഇന്ന് പലരും പല രീതിയിലാണ് ആരാധനയെ സംബന്ധിക്കുമോ, അല്ലെ കൂദാശയെ സംബന്ധിക്കും, മാമോദിസയ്ക്ക് പങ്കെടുക്കും, കല്യാണത്തിന് പങ്കെടുക്കും. അതൊന്നും മാറി വിശ്വാസികൾ ഒരേ രീതിയിൽ ചെയ്യാൻ വേണ്ടിയാണ്. ഭരണഘടന സഭയുടെ ഭരണത്തെ കൃത്യമായി കണ്ടുകൊണ്ട് മുന്നോട്ട് വെച്ച ഒരു പുസ്തകം തന്നെ, അല്ലെങ്കിൽ രേഖ തന്നെ. അത് ചമച്ചു. ഒരുപക്ഷെ അതിന്റെ പൂർത്തീകരണം കാണാനായിട്ട് അദ്ദേഹത്തിന് ഭാഗ്യം ഉണ്ടായില്ല എന്ന് വേണം പറയാൻ. പിന്നെ നമ്മൾ അറിയാവുന്ന പോലെ എഴുതുമ്പം എഴുതേണ്ട മറ്റൊരു കാര്യമാണ്, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ 3 കാതോലിക്കന്മാരെ ഉണ്ടായി, വാഴിക്കപ്പെട്ടു. ഒന്ന് പൗലോസ് പ്രഥമൻ ബാവ, 2 1925 വാകത്താനം ബാവ, അല്ലെ വള്ളിക്കാട്ട് ബാവ എന്നറിയപ്പെടുന്ന ഗീവർഗീസ് പ്രഥമൻ ബാവ. പിന്നീട് ദിവ്യനായ ശ്രേഷ്ഠനായ നമ്മുടെയൊക്കെ വല്ലാണ്ട് സ്വാധീനിച്ച മാത്യൂസ് ദ്വിതീയൻ ബാവയുടെ ഗുരു കൂടിയായിരിക്കുന്ന ഗീവർഗീസ് ദ്വിതീയൻ ബാവ, കല്ലാശ്ശേരി ബാവ അല്ലെ കുറിച്ചി ബാവ എന്നൊക്കെ അറിയപ്പെടുന്ന ഗീവർഗീസ് ദ്വിതീയൻ ബാവ, ഇവരെയൊക്കെ വാഴിക്കുക എന്ന് പറയുന്നത് വലിയ 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 കാര്യമാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിച്ചുകൊള്ളാം. 1-2 പ്രധാന കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇനിയുള്ള ഒരു മാക്സിമം ഒരു 10 minutes കൂടെ, കാരണം എനിക്കും സ്കൂളിൽ പോകേണ്ട സമയം ആകുന്നു. ബൈ 9 o'clock ഐ വോണ്ട് ടു ജോയിൻ ദർ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ ഗ്യൂറീസ് ബാവ ഈ ദിവ്യനാസ്യോസ് ആറാമൻ പിതാവിന്റെ സംസ്കാര ശുശ്രൂഷയില് പ്രസ്താവിച്ചൊരു വലിയ വാക്യം വളരെയേറെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട, ദൈവത്തിന്റെ പരിശുദ്ധന്മാരെ നാം ഇങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്. എന്താ കാരണം എന്നറിയാമോ? നൊയമ്പില് വെള്ളിയാഴ്ച ഇദ്ദേഹം വരികൾ പറയുന്നത് ഇങ്ങനെയാണ്: സെക്കൻഡ് സൂചിയുടെ കൂട്ട് ശാന്തമായി അദ്ദേഹം ദൈവത്തിലേക്ക് അലിഞ്ഞേർന്നു. 2, അദ്ദേഹത്തിന്റെ സംസ്കാരം നടത്തുന്നത് അപ്രയം പിതാവിന്റെ, പരിശുദ്ധാത്മാവിന്റെ കിന്നരം എന്ന് വിശേഷിക്കപ്പെടുന്ന അപ്രയം പിതാവിന്റെ സംസ്കാരം നടത്തിയ ദിവസം. അതുകൊണ്ടാണ് തിരുമേനി പറഞ്ഞത് ഇതെല്ലാം സമാനതകളാണ്. ക്രിസ്തുവിന്റെ മരണദിനത്തിൽ അദ്ദേഹം മരിച്ചു, അപ്രയം പിതാവിന്റെ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തെ അടക്കുന്നു. ഇങ്ങനെയാണ് പരിശുദ്ധന്മാരെ നാം തിരിച്ചറിയേണ്ടത് ദൈവത്തിന്റെ. ആകയാൽ അദ്ദേഹത്തിന്റെ മരണം മൂലം നമ്മുടെ സഭയ്ക്ക് ഒരു വലിയ പുണ്യവാളൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഗീവർഗീസ് ദ്വിതീയൻ ബാവ പറഞ്ഞ ഒരു നല്ല കൊട്ടേഷനാണ്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഈ കോടതി വിധികളൊക്കെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പലതും ഉണ്ടായിട്ടുണ്ട്. വട്ടിപ്പണ കേസില് കോടതിയിൽ ആദ്യം തോൽവി ഉണ്ടായപ്പോൾ കുണ്ടറയിൽ ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. കുണ്ടറയിലെ സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. ഇത് മലങ്കര സഭ മക്കൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് കേട്ടോ. സത്യത്തെയും നീതിയെയും ഒരു കാലത്തും ഒരുത്തർക്കും ജയിപ്പാൻ കഴിയുന്നതല്ല. പലപ്പോഴും അതിന്റെ വിജയത്തിന് തടസ്സങ്ങൾ ഉണ്ടാവാമെങ്കിലും ഒടുവിൽ അത് തന്നെ സ്ഥാപിക്കപ്പെടും.
നിങ്ങളിൽ പലരും സ്പോഞ്ച് എന്ന സാധനം കണ്ടിട്ടുണ്ടല്ലോ. അത് എപ്പോഴും വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കും. വെള്ളത്തിനടിയിൽ വെക്കണമെങ്കിൽ ബലത്താലല്ലാതെ സാധ്യമാകില്ല. മീതെ കൈവച്ച് അതിനെ കീഴ്പോട്ട് അമർത്തി വെക്കണം. സ്പോഞ്ചിൽ നിന്ന് കൈ എപ്പോൾ വിടുന്നുവോ അപ്പോൾ അത് താനേ വെള്ളത്തിന് മീതെ പൊങ്ങി വരും. സുറിയാനി സഭയാവുന്ന സമുദ്രത്തിൽ ഇങ്ങനെ പല സ്പോഞ്ചുകളും അമർത്തി വെക്കപ്പെട്ടിട്ടുണ്ട്. എന്നാലും സത്യം ഒരു നാൾ വിജയം പ്രാപിക്കാതിരിക്കില്ല. ലോക ചരിത്രം ഈ പരമാർത്ഥത്തെ വിളിച്ച് പറയുന്നുണ്ടല്ലോ. നമ്മൾ ഈ സഭാ കേസിനെയൊക്കെ കാണുന്നത് പലപ്പോഴും എന്തിനാ ഇങ്ങനെയൊക്കെ വഴക്ക് എന്ന് തോന്നുമ്പോ, എക്കാലത്തും സമാധാനം എന്ന് പറയുന്നതിനെ സ്നേഹിക്കുകയും ആശ്ലേഷിക്കുകയും ചെയ്തിട്ടുള്ള പിതാക്കന്മാരെ ഇവരൊക്കെ എക്കാലത്തും, ഒരു കാലത്തുനിന്നല്ല, എക്കാലത്തും സമാധാനം കൊണ്ടുവരണം, ആവശ്യമില്ലാത്ത വഴക്ക് ഒഴിവാക്കണം. ഇന്ന് എനിക്ക് പല സുഹൃത്തുക്കളും ഉണ്ട് സിറിയൻ ഓർത്തഡോക്സ് സഭയിൽ അല്ലെങ്കിൽ ഹക്കോബായ വിഭാഗത്തിൽ. അവർക്കൊരാഗ്രഹമുള്ളൂ രണ്ടായിട്ട് പോകണം, സഭ രണ്ടായിട്ട് പോകണം. ഒരേ ആരാധന, ഒരേ ഇത്, ഒരേ രീതി എല്ലാം ഒന്നാണ്, പക്ഷെ രണ്ടായിട്ട് പോയാൽ മതി. നിങ്ങൾ നല്ല ചെയ്യേ, വീട്ടിൽ രണ്ട് അമ്മമാരുണ്ടെന്ന് കൂട്ടിക്കോ, ഒരു മരുമോളും ഒരു അമ്മയുണ്ടെന്ന് കൂട്ടിക്കോ. രണ്ടുപേരും വെക്കുന്നത് കഞ്ഞിയാണ്, രണ്ടുപേരും കുക്കറിലാണ് വെക്കുന്നത്. ഒരു സംശയമില്ല, എല്ലാം സെയിം ആണ്. ഒരമ്മ പറയുകയാണ് ഞാൻ ആദ്യം കഞ്ഞി ഉണ്ടാക്കാം, പിന്നെ നീ കഞ്ഞി ഉണ്ടാക്കി. മറ്റേ അമ്മ പറയുകയാണ് നമുക്ക് രണ്ടുപേർക്കൂടെ ഒരുമിച്ച് ചേർന്ന് കഞ്ഞി ഉണ്ടാക്കി ഒരുമിച്ച് നമ്മുടെ വീട്ടുകാർക്ക് എല്ലാം കൊടുക്കാം. ഇതിൽ ഏതാണ് നല്ലത്, ഏതാണ് ആവശ്യം? പലപ്പോഴും നമുക്ക് അറിയാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. ദിവനാസ്യസ് ആറാമൻ തിരുമേനിയെ കുറിച്ച് നിങ്ങൾ എഴുതുമ്പം എഴുതേണ്ട 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു: ഭക്തിയോഗ, കർമ്മയോഗ, ജ്ഞാനയോഗ. ഇത് 3നെ കുറിച്ച് പറയുമ്പോഴും അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് തോന്നിയൊരു കാര്യം വേറൊന്നുമല്ല, അദ്ദേഹം എതിർത്തിരുന്ന പ്രധാനപ്പെട്ട കാര്യം കപടഭക്തിയ. ഇന്നീ ലോകത്ത് ഭക്തരെന്ന് തെളിയിക്കാൻ വേണ്ടി നടത്തുന്ന പരിപാടിയോളം വൃത്തികെട്ട പരിപാടി ലോകത്ത് പറഞ്ഞു. ഭക്തരെന്ന് തോന്നിപ്പിക്കാൻ, ഇത് ചെയ്താൽ ഭക്തരെന്ന് തോന്നും അല്ലെ? മുട്ടുകുത്തി കുമ്പിട്ട് പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാരുടെ കയ്യിൽ തഴമ്പ് കാണും, യാതൊരു സംശയമില്ല. പക്ഷേ തഴമ്പ് ഉണ്ടാക്കിയാൽ, വിശുദ്ധരാണെന്ന് കാണിച്ചാൽ അത് കപടഭക്തിയാണ് അല്ലേ? ഞാൻ ഈ അച്ഛന്മാരുടെ കാപ്പാതിരിക്കാൻ പോലും അതിനകത്ത് ഞാൻ പറയാറുണ്ട്. പക്ഷെ എനിക്ക് പണ്ട് അത് സാധ്യമായില്ലാത്തതുകൊണ്ട് എന്റെ 1-2 കാപ്പയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാപ്പയിൽ മുഴുവൻ കുരിശുണ്ടായാൽ അത് കാപ്പാത്തുണി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്തിനാ ഈ മുഴുവൻ കുരിശ്? ഒരു കുരിശ് പോരെ, ത്രോണോസിൽ ഒരു കുരിശ് പോരെ. തൊപ്പിയെ കുരിശ്, മാല കുരിശ്, ബെൽറ്റെ കുരിശ്, കയ്യെ കുരിശ്, എന്തിനാ ഇതൊക്കെ? ഒരു കുരിശ് പോരെ. അതായിരുന്നു ദിവനാസ്യസ് പിതാവ് പഠിപ്പിച്ചത്. വ്യക്തമായ ബോധ്യത്തോടുകൂടി അദ്ദേഹം ഏറ്റവും കൂടുതൽ എതിർത്തത് കപടഭക്തിയാണ്. ഭക്തിയോഗയുമായി ബന്ധപ്പെട്ട്, ജ്ഞാനയോഗയുമായി ബന്ധപ്പെട്ട നമ്മൾ പഠിച്ച മതോപദേശ സാരങ്ങളും സഭാ കേസും ഒക്കെ. പലപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ശത്രുക്കൾക്ക് പോലും അദ്ദേഹത്തെ തിന്മപ്പെട്ട ഒരു അഭിപ്രായം പറയാൻ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. മാർത്തോമാ സഭയുമായുള്ള ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കി. ആ പ്രതിസന്ധിയിൽ അദ്ദേഹത്തെ കുറിച്ച് മലങ്കര മാർത്തോമാ സഭയുടെ നവഭാരതി എന്ന് പറയുന്ന പത്രത്തിൽ എഴുതിയത് ഇങ്ങനെയാണ്: ജീവിതത്തെ മലിനപ്പെടുത്തുന്ന ഒന്നും ഈ പിതാവിൽ ഇല്ലായിരുന്നു, അത് ശത്രുക്കൾക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്ത് വ്യക്തമായ ജീവിതം ആലോചിക്കുക. പരിമളത്തിനും വേണ്ടിയും ഈ പറയുന്ന ദിവനാസ്യോസ് ആറാമൻ പിതാവിനെയും ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്ന പരിമള തിരുമേനിയെ കുറിച്ച് തന്നെയായിരിക്കും. അതിന് കാരണം കുഞ്ഞുനാളി പോലെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത്. പക്ഷേ ബോധതലത്തിൽ 3നെ ഒരുപോലെ കൊണ്ടുപോയ ദിവനാസ്യോസ് പിതാവ് ഇപ്പം കൂടി വ്യത്യസ്തനാണെന്ന് എനിക്ക് തോന്നുന്നു, ചൂടെ ശ്രേഷ്ഠമാണെന്ന് തോന്നുന്നു. ഈ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടായിരിക്കും. കത്തോലിക്ക സഭയില്
പരിശുദ്ധ പ്രഖ്യാപനം നടത്തണമെങ്കിൽ അവിടെ ഡെവിൾസ് അഡ്വക്കേറ്റ് ഉണ്ടാവണം. അതായത് ഏതൊരു വിശുദ്ധനെ കുറിച്ചും പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ തിന്മകളെ കുറിച്ച് വാദിക്കാൻ ഒരാളെ കൊണ്ടുവരും. അയാൾ വാദിക്കണം. അങ്ങനെ വാദിച്ചതിന് ശേഷം ആ വാദത്തെ കണ്ടം ചെയ്യാൻ അദ്ദേഹത്തിന്റെ വിശുദ്ധിയെ കൊണ്ട് സംസാരിക്കുന്നവർ കഴിയുമ്പോഴാണ് അത് ഫൈനലൈസ് ചെയ്യുന്നത്. നമ്മളിപ്പോ 2002 അദ്ദേഹത്തെ വിശുദ്ധനായി, അല്ല 2003 അദ്ദേഹത്തെ വിശുദ്ധനായി, 2003 അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കമ്മിറ്റിക്ക് മുമ്പ് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയിൽ ഈ പറഞ്ഞ പോലെ ഒരു ഡെവിൾസ് അഡ്വക്കേറ്റ് വേണം. ആ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നു. പക്ഷെ നിങ്ങൾക്ക് അറിയാമോ, ഈ പറയുന്ന വ്യക്തി, ഡെവിൾസ് അഡ്വക്കേറ്റ് ആയിട്ട് വന്ന വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട്: ഞാൻ ഇദ്ദേഹത്തിന്റെ വിശുദ്ധിയിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ഇനിയാണ് അതിന്റെ രസം. ഡെവിൾസ് അഡ്വക്കേറ്റ് വാദിക്കേണ്ടി വന്നപ്പം ഡെവിൾസ് അഡ്വക്കേറ്റ് ജീവനോടെ ഇല്ല. അദ്ദേഹത്തിന്റെ വിശുദ്ധിക്ക് തടസ്സം വരുന്ന രീതിയിൽ വാദിക്കാൻ ഒരു വ്യക്തി തയ്യാറായി. കാരണം ഡെവിൾസ് അഡ്വക്കേറ്റ് ഉണ്ടായെങ്കിലേ ഡിക്ലറേഷൻ നടക്കുകയുള്ളൂ. ആ ഡിക്ലറേഷന് വേണ്ടി വാദിക്കാൻ പോലും അദ്ദേഹം ജീവനോടെ ഉണ്ടായില്ല. അത്രമാത്രം വിശുദ്ധനായിരുന്നു അദ്ദേഹം എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ഫിലിപ്പോസ് മാർ തേഫിലോസ് തിരുമേനിയുണ്ട്. അദ്ദേഹത്തിന് പട്ടം കൊടുത്തു, ഷമാശം പട്ടം കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹം ദിവനാസ് തിരുമേനിയെ കാണാൻ പോയിട്ടുണ്ട്. ബോംബെയിലെ ഫിലിപ്പോസ് മാർ തേഫിലോസ് തിരുമേനിയുടെ കാര്യം പറഞ്ഞു. എന്നപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, പ്രാർത്ഥിക്കാറുണ്ടോ താനെന്ന് ചോദിച്ചു. അപ്പം തേഫിലോസ് തിരുമേനി, അത് ഷമാശനാകുന്നതിന് മുമ്പാ, ഉണ്ട്, ഞാൻ യാമനമസ്കാരങ്ങൾ പൂർത്തീകരിക്കാറുണ്ട്. ദിവനാസ് തിരുമേനി പറഞ്ഞൊരു വാചകമുണ്ട്: താൻ 7 യാമനമസ്കാരം പൂർത്തീകരിച്ചു എന്നുള്ളതല്ല എന്റെ ചോദ്യം, താൻ മൗനമായി രഹസ്യ പ്രാർത്ഥന നടത്താറുണ്ടോ? താൻ മൗനമായി രഹസ്യ പ്രാർത്ഥന നടത്താറുണ്ടോ? എന്ത് ശക്തമായ ഒരു വരിയാണ് നിങ്ങളൊന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ ദിവനാസ്യസ് പിതാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുള്ള വലിയ ഒരു സംഭവമാണ് സഹോദരി തന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഈ പിതാവിനെ കാണാൻ പോകുന്നുണ്ട്. പിതാവിനെ കാണാൻ പോകുമ്പം പിതാവിനെ കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്: ആ മുറിയില് താൻ പട്ടം കൊടുത്തിരുന്ന ആളുകളെല്ലാം തനിക്കൊരു മോതിരം സമ്മാനിക്കും. ഈ മോതിരം ഇങ്ങനെ കൂട്ടിയിടും. തിരുമേനി, അത് അന്ന് അങ്ങനെ ആയിരുന്നല്ലോ, ഈ വലിയ ഷെൽഫ് ഒന്നും ഇല്ലല്ലോ. സഹോദരിയുടെ കണ്ണ് ഇതിലേക്ക് പെട്ടു, അല്ലെങ്കിൽ സഭയുടെ സ്വത്തിൽ പെട്ടു എന്നർത്ഥം. ഉടനടി ദിവനാസ്യസ് പിതാവ് പറഞ്ഞ വാചകമുണ്ട്: അത് തീയാണ്, നോക്കരുത്. അത് തീയാണ്, നോക്കരുത്. ഒരുപക്ഷെ മർത്തോലി സമാജത്തിന്റെ ട്രഷറോ അല്ലെ അങ്ങനെയുള്ളവരൊന്നും അതിനല്ലെന്ന് എനിക്കറിയാം. എന്നാലും whenever we are faced with the wealth of the church, അത് പള്ളിയിലെ ഒരു രൂപയുടെ കാണിക്കുകയാണെങ്കിൽ പോലും വൈദികർ സൂക്ഷിച്ച് തൊടണം. അതേ, കാരണം അത് തീയ, അന്യന്റെ കണ്ണുനീരിന്റെ മുതല, അന്യന്റെ ദൈവബന്ധത്തിന്റെ മുതല. തിരുവിതാംകൂർ ഹൈക്കോടതിയില് വീരരാഘവയ്യർ വിധി പ്രഖ്യാപിച്ചു ഇദ്ദേഹത്തിന്റെ വട്ടിപ്പണ കേസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ എല്ലാവരും ഇദ്ദേഹത്തെ മോശപ്പെട്ട് പട്ടശ്ശേൽ ഗീവർഗീസ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാനൊക്കെ ശ്രമിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു തിന്മ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. ഏറ്റവും രസകരമായി പറയുന്നത്, അന്നും ഒരു വാക്കുപോലും പാത്രികീസിന് വിപരീതം എന്ന് പറഞ്ഞാൽ കളിയാക്കുന്ന രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. തന്റെ വിശ്വാസത്തെ, തന്റെ സഭയുടെ പൈതൃകത്തെയൊക്കെ ഉറച്ചു പിടിച്ചെങ്കിലും ഒരു വാക്കിന് പോലും ദുഷ്ടവാക്ക്. എനിക്ക് നിങ്ങൾ ആരും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഷീനി ചേച്ചി എന്റെ സഹോദരിയാണ്, എനിക്ക് ചേച്ചിയെ ഇഷ്ടപ്പെട്ടില്ലേ, എനിക്ക് വായിത്തൊന്ന് വിളിച്ചു പറയാനുള്ള അല്ല, എനിക്ക് എതിർക്കാനുള്ള ആശയപരമായ സംഘടന ആവശ്യമാണ്, പക്ഷെ വായിത്തൊന്ന് വിളിച്ചു പറയാനുള്ളതല്ല. അത് പിതാവിന്റെ ജീവിതത്തില് നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും രസകരമായ ഒരു സംഭവം കൂടെ പറയാം.
പുതുപ്പള്ളിയില് ഈ ഇസഡം പാറേട്ട് എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞു ഇസഡം പാറേട്ടാണ് അദ്ദേഹത്തിന്റെ താടിയെ കുറിച്ചൊക്കെ വിവരിച്ചേക്കുന്നത്. അപ്പം ഈ അഹദലായിക്ക് അബ്ദുള്ള പാത്രീസിന് ഒരു വടി കൊടുത്തു വിട്ടായിരുന്നു അർദീനിലേക്ക്. അതേ നാട്ടി വന്നപ്പം ഈ വടി ഇത്തിരിയുടെ വെള്ളിവടിയാ, ഇത്തിരിയുടെ വലുതാക്കാൻ വേണ്ടി ഒന്ന് ഈ മാത്തു ഇസഡം പാറേട്ടിന്റെ പിതാവിന്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദിവനാസിസ് പിതാവിനെ അബ്ദുള്ള പാത്രീസ് മുടക്കുന്ന പറഞ്ഞ് മാത്തു പറഞ്ഞു, ഈ ആവശ്യോട് ഞാൻ കൊടുക്കൂലെന്ന് പറഞ്ഞു. എന്റെ പിതാവിനെ ഞാൻ മുടക്കിയേക്കുന്നത്, ഇനി ഞാൻ കൊടുക്കൂലെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയോ? ആ വടി കൊടുക്കണമെന്ന് നിർബന്ധിച്ച് കൊണ്ടു കൊടുപ്പിച്ചത് ദിവനാസിസ് ആറാമൻ തിരുമേനിയാണ്. ഒരു കാരണവശാലും സ്ഥാനത്തോട് ക്രൈസ് ഉണ്ടായിരുന്നില്ല. മിഖായൽമാർ ദിവനാസിസ് തിരുമേനി ഇദ്ദേഹത്തിന് പാരലായിട്ട് അവിടെ മലങ്കര മെത്രാപ്പോലീത്തയും കാതോലിക്കും ഒക്കെ ആയിട്ട് വാഴിക്കുകയൊക്കെ ചെയ്തപ്പോ ഒന്നും അദ്ദേഹത്തിന് ആരോടും എതിരില്ല. ഞാൻ അതുകൊണ്ട് നേരത്തെ പറഞ്ഞത്, മഞ്ഞിനിക്കരയിൽ ഏലിയാസ് തൃതീയൻ പാത്രികീസ് മരിച്ചപ്പോ അവിടെ പോയി പ്രാർത്ഥിക്കാനുള്ള മനസ്സ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇന്ന് സമാനമായി യാക്കോബായ സഭയുടെ അല്ലെങ്കിൽ യാക്കോബ വിഭാഗത്തിൽ അവിടെ മരണം നടക്കുമ്പോൾ നമുക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം ഇദ്ദേഹത്തിന് പറ്റും, കാരണം അതായിരുന്നു ദിവനാസിസ് ആറാമൻ. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, 1103 മീനമാസം 28 എം.എ. ചാക്കോ എന്ന് പറയുന്ന വ്യക്തി കൊച്ചി പോലീസ് കമ്മീഷണറാണ്. അദ്ദേഹം എഴുതിയ ഒരു എഴുത്ത്, അല്ലെങ്കിൽ ഒരു ലേഖനം, അതിനകത്ത് പറയുന്നുണ്ട്, കേസ് ജയിച്ചപ്പം ദിവനാസിസ് പിതാവിന് ഒരു കാറ് വാങ്ങിക്കൊടുക്കണമെന്ന്, മോട്ടോർ കാർ വാങ്ങിക്കൊടുക്കണമെന്ന് അഭിപ്രായപ്പെട്ടു. അത് അദ്ദേഹം സമ്മതിച്ചില്ലോ എന്നാ പറയപ്പെടുന്നത്. അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എതിർത്തു എന്നാ പറയുന്നത്. ഞാന് എന്റെ വാക്കുകളെ തൽക്കാലം നിർത്തുകയാണ്. ഈ പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളെ ഉണർത്തട്ടെ. സഭാവിശ്വാസവും ആരാധനാ ജീവിതവും പഠിക്കണമെന്നും സഭയെക്കുറിച്ച് വായിക്കണമെന്നും ഒക്കെയുള്ള ജീവിതമൊക്കെ നമ്മളെ ഉണർത്തട്ടെ. ഭക്തിയോടുകൂടി ജീവിക്കുവാൻ, നല്ല കർമ്മം ചെയ്ത് ജീവിക്കുവാൻ, അതൊക്കെ വേണമെന്നേ. അതൊക്കെയാണ് നമ്മളെ സഭയുടെ പാരമ്പര്യത്തെ അല്ലെങ്കിൽ സഭയുടെ പുണ്യത്തെ ലോകത്തിന് മുമ്പാകെ കാണുക. അല്ലാതെ ഞാൻ എപ്പോഴും എതിർക്കുന്ന പോലെ ഈ പടക്കം പൊട്ടിച്ച് മേലോട്ട് വിട്ടിട്ട് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ മുടക്കുന്ന പെരുന്നാളൊക്കെ ഇറ്റ് ഇസ് അട്ട് യൂസ്ലെസ്. പകരം സഭയുടെ പാരമ്പര്യത്തെ, സഭയുടെ വിശ്വാസത്തെ, സഭയുടെ നന്മയെ ലോകത്തിലേക്ക് എത്തിക്കാൻ തക്കവണ്ണം ഈ പിതാവിന്റെയൊക്കെ പ്രവർത്തന ശൈലികൾ നിങ്ങൾക്ക് മാതൃകയാകട്ടെ. ഞാൻ 4 പുസ്തകങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തി, അദ്ദേഹത്തിന്റെ ലൈഫ് ഹിസ്റ്ററി പരിചയപ്പെടുത്തി, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പേഴ്സണൽ റൈറ്റിംഗ്സിനെ കുറിച്ച് പരിചയപ്പെടുത്തി, ദ മെയിൻ ഇൻസിഡൻസ് പരിചയപ്പെടുത്തി, ഏറ്റവും ഒടുവിലായി സംവോട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലെ ചില ഏടുകൾ പരിചയപ്പെടുത്താനായിട്ട് ശ്രമിച്ചു. എന്റെ ക്ലാസ് ഞാൻ പൂർത്തീകരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഈ MMVS അനുവദിക്കുമെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാം. ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എന്നെ യാത്രയാക്കാം. താങ്ക് യു. അച്ഛാ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, അബ്ദുള്ള പാത്രിക്കീസാണ് ഇദ്ദേഹത്തെ മുടക്കിയത്. അച്ഛൻ 2 അബ്ദുൽ മശീഹ പാത്രിക്കീസും പിന്നെ വേറൊരു അതുപോലെ ഒരു സിമിലർ ഒരു പേരുടെ അബ്ദേദ് അല്ലെങ്കിൽ അബ്ദൽ. അബ്ദുള്ള ഓപ്പോസിറ്റ് സൈഡ്, അബ്ദുള്ള ഓപ്പോസിറ്റ് സൈഡ്. വട്ടശ്ശേരി തിരുമേനിയുടെ അല്ലെങ്കിൽ ദിവനാസിസ് ആറാമന്റെ സൈഡ് എന്ന് പറയുന്നത് അബ്ദൽ മശീഹ അല്ലെങ്കിൽ അബ്ദേദ് മശീഹ. എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, വള്ളത്തോളിന്റെ കൂടെ ആരും കൂടെ ചേർന്ന ഈ മലങ്കര ഭാസ്കരൻ എന്നുള്ള പേര് കൊടുത്തെന്ന് അച്ഛൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഇവിടേക്ക് പോയ നമ്മുടെ ഈ മലങ്കര റീത്തിലേക്ക് പോയ
ഒരു ജോസഫ് ഷെമ്മാശൻ ഉണ്ടായിരുന്നു. ഈ നമ്മുടെ പുലിക്കോട്ടിൽ ജോസഫ് ഷെമ്മാശൻ. അദ്ദേഹമാണ്. അതെനിക്ക് ആരാന്ന് ജോസഫ് ഷെമ്മാശനെന്ന് അച്ഛൻ പറഞ്ഞു, അതെനിക്ക് ആരാന്ന് മനസ്സിലായില്ല. അതെ, ചരിത്രത്തിലെ ഒരു വ്യക്തി നമ്മളിപ്പോ തൽക്കാലം മനസ്സിലാക്കും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ അച്ഛൻ പറഞ്ഞോന്ന് എനിക്കറിയില്ല, എന്തിനാ തിരുമേനിയെ മുടക്കിയെന്നുള്ളത്. ഐ മിസ്ഡ് ഇറ്റ്. പറഞ്ഞെങ്കിൽ ഞാൻ പിന്നെ. ഇല്ല, അദ്ദേഹത്തെ മുടക്കിയതിന് വേറെ കാരണമൊന്നുമില്ല. ഇദ്ദേഹത്തിന് അവിടെ വെച്ച് സാത്തിക്കോൺ കൊടുത്തില്ല, അധികാരപത്രം കൊടുത്തില്ല. No, with no reason. Yeah, there is a reason. എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞു, ദിവനാശ്വാസ് ആറാമൻ തിരുമേനി അവിടെ പോയി മെത്രാപ്പൊലിത്ത ആയപ്പോൾ മെത്രാപ്പൊലിത്തയ്ക്ക് അധികാരപത്രം കൊടുക്കും. ഇപ്പോഴും നമ്മുടെ സഭയിൽ പട്ടം കൊടുക്കും, അധികാരപത്രം കൊടുക്കും. ഈ അധികാരപത്രം കൊടുക്കണമെങ്കിൽ പൂർണ്ണ വിധേയത്വം എഴുതി കൊടുക്കണം. അത് പറ്റത്തില്ല. മലങ്കര സഭയിലെ ഒരു മെത്രാപ്പൊലിത്തയ്ക്ക് പാത്രീസായിട്ട് പൂർണ്ണ വിധേയത്വം എങ്ങനെ എഴുതി കൊടുക്കുന്നേ? ആ പേരിൽ അദ്ദേഹം സാത്തിക്കോൺ കൊടുത്തില്ല. അദ്ദേഹം നാട്ടിൽ വന്നു. ജോസഫ് ദിവനാസ് തിരുമേനി, ദിവനാസ് അഞ്ചാമൻ തിരുമേനിയുടെ ശിഷ്യനായി താമസിച്ചു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം മാറിയപ്പം അദ്ദേഹത്തിന് പിൻഗാമിയായിട്ട് ഇദ്ദേഹം എന്തെടുത്തു? അധികാരം ഏറ്റെടുത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹം മറ്റേ അബ്ദുള്ള പാത്രീസിന് വിപരീതമായി അദ്ദേഹം മുടക്കി. അദ്ദേഹത്തിന്റെ മുടക്കൽപ്പന ആർക്ക് വേണം തോന്നിയിട്ട് വലിച്ചു രേഖത്തും കളഞ്ഞു. അച്ഛൻ പറഞ്ഞ ഡേറ്റ്സ് അച്ഛൻ ബുക്സിന്ന് എടുത്ത ഡേറ്റ്സ് ആണോ അതോ കല്ലറയിന്ന് കിട്ടിയ ഡേറ്റ്സ് ആണോ? ഈ കല്ലറയിന്നുള്ള ഡേറ്റ്സ് എവിടെ കിട്ടും? കല്ലറയിന്നുള്ള ഡേറ്റ്സ് ഞാൻ ഈ ഷീന ചേച്ചിക്കോ അല്ലെങ്കിൽ ഷിനി ചേച്ചിക്കോ അയച്ചു കൊടുത്തേക്കാം. ഓക്കെ, താങ്ക് യു അച്ഛൻ. It's so easy. ദിവനാശ്വാസ് ആറാമന്റെ കല്ലറ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഉണ്ട് പടം. അച്ഛോ, ഒരു ചോദ്യം. വടശ്ശേരിൽ തിരുമേനിയുടെ മുടക്ക് പിൻവലിച്ച ഡേറ്റ് പറയാം. എക്സാക്ട് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നില്ല. എന്നാൽ 1923 ആയിട്ട് അടുപ്പിച്ച ഏത് പാത്രിയർക്കീസാണ് പിൻവലിച്ചത്? ഏലിയാസ് തൃതീയൻ. താങ്ക് യു. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് ആ കൽപ്പന നാട്ടിലേക്ക് കൊടുത്തു വിടുമ്പം അത് നമ്മുടെ സഭയിൽ അത് ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല, അതിന്റെ ഒരു പകർപ്പ് ഇല്ല. പിന്നെ ഒരു റോയൽ കോർട്ട് വിധി മുഖേനയാണ് അത് വന്നതെന്ന് പറയും. അതിനെ കുറിച്ചുള്ള അച്ഛന്റെ അഭിപ്രായം എന്താണ്? വന്ന പല പ്രശ്നങ്ങൾ ഇല്ലാതാവുന്നുള്ളതുകൊണ്ടേ ആ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണെന്ന് ഞങ്ങൾക്ക് ഇഷ്ടം. അതാ എന്റെ സത്യം. വളരെ സിമ്പിളായി പരിഹരിക്കാവുന്ന സഭാ കേസിനെ വളർത്തിക്കൊണ്ട് വരുന്നത് പോലെ തന്നെ ഇപ്പോഴും അറ്റ് പ്രസന്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇല്ലാത്ത ഗർഭിണികളെ ഉണ്ടാക്കിയെടുക്കുകയും 2-3 വയസ്സുള്ള പിള്ളേരെ അംഗൻവാടി വിടേണ്ടതിന് പകരം കൊണ്ടിരുത്തുകയും ഓക്സിജൻ സിലിണ്ടർ മൂക്കിൽ വെച്ചോണ്ടിരിക്കേണ്ട അമ്മച്ചിമാരെ കൊണ്ടുവന്ന് പള്ളിയുടെ ഗേറ്റിന് മുമ്പിൽ നിർത്തുകയും ചെയ്യുന്ന പോലെയുള്ളൂ. ഇത് തുടരണം. തുടർന്നാലേ ഞങ്ങൾക്ക് സ്തുതിപാഠകരെ കിട്ടുള്ളൂ. അതിനുവേണ്ടി ഈ കൽപ്പനയൊക്കെ മുക്കുന്നേ. താങ്ക് യു. ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോഴേ സമയം 8:45. എനിക്ക് സ്കൂളിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾ അനുവദിക്കുമെങ്കിൽ എന്റെ നമ്പർ ഈ ചേച്ചി നിങ്ങൾക്ക് തരും. അപ്പം ഒന്നീ ഷീന ചേച്ചി തരും, അല്ലെങ്കിൽ ഷൈനി ചേച്ചി തരും. അപ്പൊ നിങ്ങൾ അവിടെ ചോദിച്ചാൽ അതിന്റെ ഇനിയുള്ള ചോദ്യത്തിനൊക്കെ മറുപടി നൽകാമെന്ന് എനിക്ക് തോന്നുന്നു. വേറെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതുപോലെ അയച്ചാൽ മതി, വാട്സപ്പ് ചെയ്തോ മെസ്സേജ് ചെയ്തോ അയച്ചാൽ മതി. വി ക്യാൻ ഗെറ്റ് ദി ആൻസേഴ്സ് ഫോർ യു. എനിക്ക് തോന്നുന്നു ഈ ക്ലാസ് ഞാൻ പ്രതീക്ഷനേക്കാളും കൂടുതൽ ആളുകൾ ശ്രദ്ധയോടിരുന്ന ക്ലാസ് ആണെന്ന് തോന്നുന്നു. കാരണം ഈ സംശയമൊക്കെ വരുന്നത് കേൾക്കുമ്പോൾ പേടിയോടെ ആ സംശയം കേൾക്കുന്നതെങ്കിൽ സംശയം വരുന്നത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ആരാണ്ട് പുറകെ കൂടെ വരുന്നു കേട്ടോ.
കൊച്ച Okay. അച്ഛാ, I'll wind up quickly. ഈ ക്ലാസ് ഭംഗിയായി കണ്ടക്ട് ചെയ്തതിനായി അച്ഛാ, ഐ എം റിയലി താങ്ക്ഫുൾ ടു യു. ഈ പിതാക്കന്മാരെയൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ആദരിക്കുന്നത് അല്ലെ വെനറേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അവരെ പറ്റി കൂടുതൽ പഠിക്കുമ്പോൾ മാത്രമാണ്. അതിന് അച്ഛൻ കുറേ ബുക്സുകളും പറഞ്ഞു തന്നു. അതേപോലെ തന്നെ ഡാനിഷസ് തിരുമേനിയുടെ ജീവിതം ഒരു സ്റ്റോറി രൂപത്തിൽ ആണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ഫോർ ഓൾ ഹു അറ്റൻഡഡ്, യുനോ, not just for the essay writing but also for life. Two things that I would personally say is a takeaway from this class. One was praying silently. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ള സഭകളെ പറ്റി അല്ലെങ്കിൽ വിശ്വാസികളെ പറ്റി തെറ്റായി ഒന്നും പറയാതിരിക്കുക, അല്ലെ നമ്മളാണ് ശരിയെന്ന് പ്രൈഡ് ഇല്ലാതെ ഇരിക്കുക. That were the two takeaways that I would take for personally influencing, getting influenced by Tirumeni's life. ABHന് പാരലലി നടക്കുന്ന ഇംഗ്ലീഷ് ക്ലാസ്സും ജോയിൻ ചെയ്യേണ്ടി വന്നു, സോ ഹി ഹാഡ് ടു ലീവ്. ബട്ട് അച്ഛൻ സൗത്ത് വെസ്റ്റ് ഡയസസിന്റെ പേരിലും ABHന്റെയും ഷീനയുടെയും ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാവരുടെയും പേരിൽ താങ്ക് യു സോ മച്ച് അച്ഛ. അച്ഛൻ്റെ കൺക്ലൂഡ് ചെയ്തതിന് ഒരു കാര്യം കൂടെ ഇത് പറയേണ്ടതായിരുന്നു. പക്ഷെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. ഈ കൊല്ലാൻ ഒരാളെ ഇപ്പം എനിക്ക് ഒരാളെ കൊല്ലാൻ ABHനെ കൊല്ലണമെന്ന് വെച്ചുകൊണ്ട് ഞാൻ വരികയാണെങ്കിൽ എത്രമാത്രം ഞാൻ അദ്ദേഹത്തെ നെഗറ്റീവാക്കി എന്റെ മനസ്സിൽ കൊണ്ടുവന്നിട്ടായിരിക്കും കൊല്ലാൻ വരുന്ന അറിയാം. അങ്ങനെ ഒരാൾ കൊല്ലാൻ വന്നിട്ട് ആ പിച്ചാത്തി പോലും താഴെ കളഞ്ഞിട്ട് ദിവനാശ്വാസ് ആറാമൻ തിരുമേനിയുടെ ശിഷ്യനായി ഭക്തനായി മാറിയെങ്കിൽ, അതും മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാള് ഭക്തനായി മാറിയെങ്കിൽ എത്ര വിശുദ്ധനായിരിക്കും അദ്ദേഹം എന്ന് ആലോചിക്കുക. എത്ര വിശുദ്ധൻ, നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ എത്ര പറയാൻ പറ്റും. അത് കൊല്ലാൻ വന്ന ഒരാൾ, ഗോവേണി വെച്ച് കൊല്ലാൻ കയറിയ ആൾ അദ്ദേഹത്തിന്റെ ശിഷ്യനായി മാറുകയാണ്. അതുകൊണ്ട് എനിവേ താങ്ക് യു. Yeah, thank you Acha, and thank you to everyone who joined. വട്ടശ്ശേരിയിൽ തിരുമേനിയുടെ ലൈഫ് നമ്മളെ എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛ, could you wind up the class with a closing prayer? Yeah. ബറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം വന്നേക്കും തന്നെ. ആമീൻ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഈ കൂടിവരവിനായിട്ട് വാഴ്ത്തുന്നു. പ്രത്യേക മലങ്കര സഭയെയും സൗത്ത് വെസ്റ്റ് ഡയസസിനെയും ഈ സമയത്ത് ഓർക്കുന്നു. അനുഗ്രഹകരമായി ശുശ്രൂഷകൾ പൂർത്തീകരിക്കുവാൻ സഭയ്ക്ക് ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൗത്ത് വെസ്റ്റ് ഡയസസിന് നേതൃത്വം നൽകുന്ന ഇവാനിയസ് പിതാവിനെ ഓർക്കുന്നു. പിതാവിന്റെ ജീവിതത്തിന് അനുഗ്രഹത്തെ നൽകണമേ, സഭയ്ക്ക് നേതൃത്വം നൽകുവാനുള്ള കൃപ നൽകണമേ, മർത്തമറി സമാജത്തെ വാഴ്ത്തണമേ. ദൈവം തമ്പുരാന്റെ അമ്മയുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ പ്രസ്ഥാനം മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിപ്പാനും അനേകർക്ക് അമ്മ തുല്യരായി പ്രവർത്തിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ പഠിച്ച അഭിമന്യ പരിശുദ്ധ ദിവനാശ്വാസ് പിതാവിന്റെ മധ്യസ്ഥ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരണമേ. ആ പിതാവിന്റെ മാതൃക ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ. ഞങ്ങൾ എന്നാളും നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും മുടക്കം കൂടാ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.